ഹലോ. എന്താ മുത്തേ? എടി മുത്തേ, നമ്മൾ തമ്മിൽ വഴക്കുണ്ടാവാറുണ്ടോ? അപ്പോൾ ആ സമയത്തൊക്കെ അണ്ണൻ ഞാൻ ഇങ്ങനെ നബിദിനത്തിന് കൊടിയൊക്കെ പിടിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഒരു വീട് ഇങ്ങനെ ഞാൻ ശ്രദ്ധിച്ച്. അപ്പം നോക്കുമ്പോൾ ഒരു ഓടിട്ട വീട്, ഭയങ്കരമായിട്ട് പച്ച കൊടിയൊക്കെ വെച്ച് അലങ്കരിച്ചേക്കുന്നു. ബോക്സിലൊക്കെ പച്ച ഇതൊക്കെ ഭയങ്കര അലങ്കാരം. ഞാൻ ഇങ്ങനെ ആ വീട് നോക്കിക്കൊണ്ട് പോകും. ഭാവിയിൽ ആ വീട്ടിൽ പോയി കയറേണ്ട വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. എന്നോട് പറയാം അതാണ് നിന്നെ മൊണ്ണ എന്ന് ഞാൻ പറയുന്നത്. പുള്ളിക്കാരനെ നമ്മൾ പ്രേമിക്കും. ഈ മദ്രസയിലൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് ഒരേ ക്ലാസ്സിൽ ഇരുന്നാണ് പഠിച്ചത്. പൊന്നൂസും മോണ്ടനും മദ്രസയിൽ പോകാറില്ലേ? എനിക്ക് ഒന്നുമില്ല, പൊഴിഞ്ഞ് മൊത്തം തീർന്ന് ഞാൻ മൊട്ടച്ചിയാണ്. എൻ്റെ അമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. മുത്തുമണീസ്, അങ്ങനെ നിങ്ങളുടെ കുറേ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞാൽ എന്നെ ഇടിക്കരുത്, കാരണം നിങ്ങൾ ക്വസ്റ്റ്യൻ ഇട്ടതുപോലെ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടായിരിക്കും. അത്രമാത്രം ലേറ്റായി ഈ വീഡിയോ ചെയ്യാനായിട്ട്. എന്നാണ് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല, ഒരുപാട് നാളായി. പക്ഷെ മൈൻഡിലുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ട് ചെയ്തിട്ടില്ല, ഇട്ടിട്ടുണ്ട് ചെയ്തിട്ടില്ല എന്ന്. പക്ഷേ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ അങ്ങനെ അങ്ങനെ ഇങ്ങനെ 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 നീണ്ടു പോയതാട്ടോ. അപ്പോൾ സോറി എല്ലാവരോടും, സോറി, എല്ലാവരും എന്നോട് ക്ഷമിച്ചേക്കണേ പൊന്നേ. അപ്പം ഇന്ന് വീഡിയോ ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അണ്ണനും കൂടെ വന്ന് ഇരുന്ന് വീഡിയോ ചെയ്യണമെന്നാണ് ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നത്. പക്ഷേ പുള്ളിക്കാരനെ കിട്ടണ്ടേ, അങ്ങനെയാണ്. അണ്ണൻ തിരക്കിലാണ് ഫ്രണ്ട്സ്. ഒരു സമയം വരാൻ 1 മണിയാകുമ്പം ഫുഡ് കഴിക്കാൻ വരും. അപ്പോൾ ആ ടൈമിൽ വാടി വലഞ്ഞായിരിക്കും വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പിടിച്ച് വീഡിയോയിലിരുത്തി അങ്ങനെയാണ്. പിന്നെ അതുമല്ല, അതും കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇച്ചിരി നേരം ഇരുന്നിട്ട് വെയിൽ താഴുമ്പോൾ പിന്നെ വരുന്നത് വൈകുന്നേരം ഒരു 5:30-6 മണിയാകുമ്പോഴാണ്. അപ്പോൾ വാടിത്തളർന്ന് വരുന്ന മനുഷ്യനെ പിന്നെയും പിടിച്ചിരുത്തുന്നത് ശരിയല്ല, മനസ്സാക്ഷിക്ക് നിരക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ മാത്രം അങ്ങ് ചെയ്യാൻ, ഞാൻ പോരെ നിങ്ങൾക്ക്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, അനായ അച്ചു, നേഴ്സ് ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പം അല്ലടാ, ആയിരുന്നു എന്നേ പറയാൻ പറ്റൂ. നേരത്തെ ആയിരുന്നു, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ ഞാൻ നേഴ്സ് അല്ല. പിന്നെ എവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്? ഞാൻ നമ്മുടെ പുനലൂർ പുയ്യാനി ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തിരുന്നത്. പൊന്നൂസിൻ്റെയും മോനൂട്ടനും വിച്ച് സ്കൂൾ, വിച്ച് ക്ലാസ് ആൻഡ് ഏജ്? അവർ പഠിക്കുന്നത് പുനലൂർ സെൻറ് തോമസ് സ്കൂളിലാണ്. പൊന്നു 3ാം ക്ലാസ്സിലും മൂന്നുകുട്ടൻ 1ാം ക്ലാസ്സിലുമാണ്. ഏജ് പൊന്നൂസിന് 8, മൂന്നുകുട്ടന് 6. പിന്നെ ലഞ്ച് ബോക്സ് റെസിപ്പി ഇനിയും ഇടുമോ പ്ലീസ്? ലഞ്ച് ബോക്സ് റെസിപ്പി എന്നും ലഞ്ച് ബോക്സ് ഇടുന്നുണ്ട്. എന്തായാലും നമ്മൾ എന്നും സ്കൂളിൽ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുത്ത് വിടണം. അപ്പോൾ പിന്നെ അതങ്ങ് ലഞ്ച് ബോക്സ് ആക്കുന്നതാടാ. പ്രത്യേകിച്ച് അതിലൊന്നുമില്ല. നിങ്ങൾ കാണാറില്ലേ, സാമ്പാർ, രസം അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മുടെ നാടൻ, നമ്മളെപ്പോഴും വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന അതേ ഫുഡ് അവർക്കത് കൊടുത്തു വിടുമ്പം ഒരു ഇച്ചിരി മെനക്കേടേ ഉള്ളൂ വീഡിയോയും കൂടെ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതങ്ങ് വീഡിയോ ആക്കുന്നത്. അപ്പം സ്കൂളിൽ പോകുന്ന എല്ലാ ദിവസവും കാണും. ഹസ്ബൻഡ് ജോലി എന്താണെന്ന്? അണ്ണന് നേരത്തെ ഹോൾസെയിലായിട്ട് പച്ചക്കറി ബിസിനസ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം തടിയുടെ നമ്മൾ കുറച്ചെടുത്തിട്ട് പിന്നെ നമ്മുടെ ലാഭത്തിന് ഇങ്ങനെ വിൽക്കത്തില്ലേ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം. അതുകൊണ്ട് നന്നായിട്ട് പോകുന്നു. പിന്നെ നമുക്ക് വീട് പണിയുടെ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ അണ്ണൻ പല രീതിയിലുള്ള പല കാര്യങ്ങൾ പഠിക്കും കേട്ടോ. അങ്ങനെയൊക്കെ അങ്ങോട്ട് ആലോചിച്ച് ചെറിയ ചെറിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു മുത്തുമണീസ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് ഒരുപാടുള്ള ക്വസ്റ്റ്യൻ വായിക്കണ്ടല്ലോ, കാരണം നിങ്ങൾക്ക് തന്നെ ബോറടിക്കുമേ. പിന്നെ ഷഹനാസ്, അതുപോലെ ആര്യ സന്തീഷ്, പിന്നെ മുഹമ്മദ് സഹിൻ, അനുധാര, പാർവതി, ജീമ മോൻ, ഇത്രയും പേര് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ഒരേ ക്വസ്റ്റ്യനാണ്. കോണ്ടാക്റ്റ് ഉണ്ടോ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, പ്രശ്നമുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, സോൾവ് ആയോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ചോദിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ ഒരു ഫ്രണ്ടുമായിട്ടുള്ള, നമ്മൾ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു വ്യക്തിയായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്തെങ്കിലും പ്രോബ്ലം ഇപ്പോൾ ഉണ്ടോ, നിങ്ങൾ സോൾവ് ചെയ്തോ, ഇപ്പോൾ കോണ്ടാക്റ്റ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരേ ആൾക്കാർ ചോദിച്ചേക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് ചോദിക്കുന്നത് ഇനി ഉത്തരം പറയാൻ പോലും എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു വിഷമമുണ്ട്. കാരണം എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ആ ഫ്രണ്ട്ഷിപ്പൊന്നും ഇപ്പോൾ ഇല്ല ഫ്രണ്ട്സ്, അത് വിട്ടു. പിന്നെ എനിക്ക് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്ക് അതിന് തിരിച്ചൊരു മറുപടി എന്നോണം ഞാൻ പറയാണ്. ഞാൻ ഇന്ന് വരെ ഒരാളെ, നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോയിൽ പോലും എത്രയോ നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നു. നമുക്കിഷ്ടമല്ലാത്ത വീഡിയോ ആണെങ്കിൽ പോലും ഞാനത് സ്കിപ്പ് ചെയ്ത് കളയുന്നതല്ലാതെ
ഞാൻ ഇന്ന് വരെ ഒരു നെഗറ്റീവ് കമൻറ്റോ അല്ലെങ്കിൽ ഒരാളെ വിഷമം വരുന്ന രീതിയിൽ ഇന്ന് വരെ ഞാൻ സംസാരിച്ചിട്ടില്ല. ചിലപ്പോൾ നമ്മളെ കളിയാക്കുന്ന രീതിയിലോ നമുക്ക് വിഷമം വരാൻ വേണ്ടി പലരും നമ്മുടെ അടുത്ത് നേരിട്ടായാലും നമ്മുടെ റിലേറ്റീവ്സ് ആയാലും അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ആക്കുമല്ലോ. അപ്പം അങ്ങനെ സംസാരിച്ചാൽ പോലും ഞാനത് കേട്ടിട്ട് വരുന്നതല്ലാതെ ഞാൻ വിഷമിക്കുന്നതല്ല ഇന്ന് വരെ തിരിച്ച് ഞാൻ ആരുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. അണ്ണ എന്നോട് പറയാം അതാണ് നിൻ്റെ മൊണ്ണ എന്ന് ഞാൻ പറയുന്നത്. എടി പറയേണ്ടത് അപ്പം തന്നെ തിരിച്ച് മറുപടി കൊടുക്കണം. പക്ഷേ എനിക്കത് വരുത്തില്ല, ഇവിടുന്ന് ഇങ്ങോട്ട് വരുത്തില്ല. ഇതുവരെ അങ്ങനെ ആരെയും വിഷമിപ്പിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ എൻ്റെ വീഡിയോസിലായാലും നമ്മൾ ആരെങ്കിലും ഒരു കമൻറ്റ് ഇട്ടാലും അതിന് റിപ്ലൈ കൊടുക്കുന്ന അണ്ണനാണ്. ഞാൻ ചിലപ്പോൾ അണ്ണനെ വഴക്ക് പറയാണേ, ഞങ്ങൾക്ക് ഒരേ മെയിൽ ഐ ഡിയാണ്. അപ്പോൾ ഞാൻ അണ്ണ എന്തിനാ അങ്ങനെ തിരിച്ച് റിപ്ലൈ കൊടുത്ത് ഡിലീറ്റ് ആക്കണേ, ഇതുപോലെ ഡിലീറ്റ് ആക്കിപ്പിക്കും. കാരണം ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. പക്ഷെ ചിലപ്പോൾ അണ്ണൻ എന്തെങ്കിലും ദേഷ്യം ഇറിറ്റേറ്റ് ആയിട്ടുള്ള ഒരു കമൻ്റ് ആണെങ്കിൽ അണ്ണൻ ചിലപ്പോൾ റിപ്ലൈ കൊടുക്കാറുണ്ട്. പക്ഷെ ഞാൻ അതുപോലും ചെയ്യാറില്ല. അപ്പം ഞാനായിട്ട് ആരെയും വിഷമിപ്പിച്ചിട്ടില്ല. എനിക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടുള്ളതേ ഉള്ളൂ എല്ലാം. നമ്മൾ എത്ര ആത്മാർത്ഥമായിട്ട് നിന്നാലും ഞാൻ ചിലപ്പം ഞാൻ ഷാദാൻ്റെ അടുത്ത് ഞാൻ ഇല്ല പിള്ളേരുടെ കൂട്ടാണ് ചില സമയം എനിക്ക് ഒരുപാട് അടുപ്പമുള്ളവരുടെ എനിക്കൊന്നും അറിയാത്ത പോലെയും എന്തുവാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഭയങ്കര ഒരു ഫ്രീഡം എടുക്കും ഞാൻ. അത് നമ്മൾ അത്രയും എനിക്ക് അടുപ്പം തോന്നിയിട്ടായിരിക്കണം. പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന ആൾ അങ്ങനെ ചിലപ്പോൾ കാണണമെന്നില്ല. അവർ ചിലപ്പം അവരുടെ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ജസ്റ്റ് ഇതിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം ഒന്ന് അടുപ്പം കാണിക്കുന്നത്. പക്ഷെ ഞാനത് പലപ്പോഴും അങ്ങനെ മൈൻഡിൽ പോലും ഓർക്കാറില്ല. അങ്ങനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിഷമങ്ങൾ മുഴുവൻ. ഞാനും അണ്ണനും പൊന്നൂസും മോനുട്ടനുള്ള ലൈഫിൽ വേറൊരാൾ കടന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു വിഷമത്തിന് ഇടയാക്കിയിട്ടേ ഉള്ളൂ എപ്പോഴും. അതൊരു കൂട്ടുകാരി ആയാൽ പോലും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഞാനിപ്പം 10ാം ക്ലാസ് വരെ പഠിച്ചാലും +1 +2 അങ്ങനെയുള്ളതിൽ നമുക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ എല്ലാവരും ജസ്റ്റാണ്. വാട്സപ്പിൽ നമ്മളൊരു സ്റ്റാറ്റസ് ഇട്ടാൽ സ്റ്റോറി ഇട്ടാൽ നമുക്ക് റിപ്ലൈ തരയോ ജസ്റ്റ് എന്തെങ്കിലും നീ ഇട്ട ചുരിദാർ അത് എവിടെ നിന്നാണ് വാങ്ങിച്ചത് അങ്ങനെയൊക്കെ ചോദിക്കാനുള്ള ഫ്രണ്ട്സ്, കാണുമ്പോൾ ഉള്ള ഫ്രണ്ട്സ്. പക്ഷേ എനിക്ക് ബെസ്റ്റായിട്ട് എന്നും അണ്ണനാണ്. അണ്ണനിൽ കവിഞ്ഞ് നമ്മൾ ഒരാളെ കുറച്ച് കാര്യങ്ങൾ പറയുകയോ ഒക്കെ എടുക്കുകയോ ചെയ്താൽ അതെനിക്ക് എന്നും വിഷമത്തിൽ കലാശിച്ചിട്ടേ ഉള്ളൂ. അനുഭവം പിന്നെയും വന്നാൽ എന്താ പഠിക്കാത്തതെന്ന് ചിലപ്പോഴും ആലോചിക്കാറുണ്ട്. അതുകൊണ്ട് ഇനി ഒന്നും വയ്യ. പടച്ചോൻ അറിയാം ഞാൻ ആരെൻ്റെ അടുത്ത് കൂട്ടുകൂടാൻ വന്നാലും ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ട് സംസാരിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ തിരിച്ച് കിട്ടിയിട്ടുള്ളതെല്ലാം വിഷമമാണ്. അതുകൊണ്ട് ഇനി എനിക്ക് ഒന്നിനും വയ്യ. അതുപോലെ നമ്മുടെ ഈ ലൈഫിലേക്ക് ഞാൻ ഇനി ഒരാളെ കൊണ്ട് വരുത്തില്ല. അത് ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും എന്നുള്ളൊരു മൈൻഡ് ഇപ്പം എനിക്കുണ്ട്. കാരണം എനിക്ക് വിഷമങ്ങളെ ഉണ്ടാവും. ഞാൻ കാരണം തന്നെ എനിക്ക് വിഷമങ്ങൾ കിട്ടും. അതെന്തിനാ എന്നാണ് ഞാൻ ഇപ്പം ചിന്തിക്കുന്നത്. അണ്ണ എന്നെ കുറേ ഉപദേശിച്ചു അതിനൊക്കെ ശേഷിച്ച് നന്നായിയൊക്കെ ഇരിക്കുകയാണ്. അതുകൊണ്ട് അതൊന്നും വേണ്ട മുത്തുമണി, അതൊന്നും ഇപ്പം ഇല്ല. പിന്നെ 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 ചോദിച്ചിരിക്കുന്ന അത് വാവ പൊന്നു എന്നാണ്. ചോദ്യം ഒന്നുമില്ല. സാലിയുടെ ചിരിയോടുള്ള സംസാരം കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. ലവ് യു. എൻ്റെ ഇളയ മോനും പൊന്നൂസാണ്. അവൾക്ക് മുത്തുമണീസ് എന്ന വിളി കേൾക്കാൻ ഇഷ്ടമാണ്. പൊന്നൂസിനെയും മോനുക്കുട്ടനെയും അണ്ണനെയും തിരക്കിയതായി പറയൂ. എൻ്റെ വാവയ്ക്കും പൊന്നൂസിനും പറ്റിയാൽ ഒരു ഹായ് പറയൂ. വാവയും പൊന്നൂസിനും, എൻ്റെ പൊന്നൂസ് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ പൊന്നൂനെ ഓർമ്മ വരുന്നത് 2 കുഞ്ഞുങ്ങൾക്കും ഹായ് മുത്തേ. കുറേ വൈകിപ്പോയി ഹായ്ക്ക് ഉമ്മയ്ക്ക്, അതിനെന്നോട് ക്ഷമിക്കണേ പൊന്നേ. പിന്നെ ആത്മിക, വേർ ഈസ് യുവർ ഹൗസ്? ഞങ്ങളുടെ വീട് കൊല്ലം ജില്ലയിലെ പുനലൂരിൽ കാര്യറ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. അത് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് പിന്നെയും ചോദിച്ചേക്കുവാണ്. മക്കളുടെ റിയൽ നെയിം എന്താണ്? അൽഹ ഫാത്തിമ ആദം. ഇത് ഞാൻ ഒത്തിരി വട്ടം പറയുന്നുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് അടുത്ത Q&Aയിലൊക്കെ ചോദിക്കും. കാരണം നമുക്കത് മനസ്സിലാക്കാം. പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുമ്പോൾ അവർക്കുള്ളൊരു ഡൗട്ടും സംശയമാണ്. അത് തീർത്തു കൊടുക്കേണ്ടത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള എൻ്റെ ചുമതലയാണ്. അത് ഞാൻ ചെയ്തേ പറ്റൂ. നിങ്ങൾ എത്ര വട്ടം ചോദിച്ചാലും ഞാൻ പിന്നെയും പറയാം കേട്ടോ. ഏത് സീരിയലിലാണ് അഭിനയിക്കുന്നത്? ഇപ്പോൾ സീരിയലിൽ അഭിനയിക്കുന്നില്ല. അതിൽ തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ആക്ട് ചെയ്ത സീരിയലിൻ്റെ പേര് ഇതിനകത്ത് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അഭിനയിക്കുന്നില്ല. കാരണം കഴിഞ്ഞ ഒരു 1.5 ആഴ്ച മുമ്പ് ഇതുപോലെ എന്നെ വിളിച്ചു. നമുക്കൊരു ഡോക്ടറിൻ്റെ ഒരു റോള് വന്നിട്ടുണ്ട്, സാലിയാക്കി വരാൻ പറ്റുമോ? നാളെ
അതായത് ശനിയാഴ്ചയായിരുന്നു വിളിച്ചത്. അപ്പോൾ ശനിയാഴ്ച വരാൻ പറ്റുമോ എന്ന് ചോദിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു മിനിറ്റ് ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അണ്ണനോട് ചോദിച്ചു. അന്ന് അണ്ണന് വർക്കുണ്ടായിരുന്നു. പിന്നെ പൊന്നൂസും മോനൂട്ടും അന്ന് വീട്ടിലുള്ള ദിവസമാണ്. സ്കൂളിലാണെങ്കിൽ അമ്മായി ഏൽപ്പിച്ചിട്ട് പോകാം, അവർ സ്കൂളിലിരിക്കും. വീട്ടിലുള്ള ദിവസമാണ്. അപ്പം കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരിക്കലും പോകുന്നത് നടക്കത്തേ ഇല്ല. ഒരിക്കൽ പോയി ഭയങ്കര ബോറായിരിക്കും കുഞ്ഞുങ്ങൾക്കും. വല്ല ഇതെന്ന് വെച്ചാൽ നമുക്കൊരു അലച്ചിലും ആ ഒരുങ്ങി ഇരിക്കേണ്ടതും ഒക്കെ ഭയങ്കര എന്താ പറയുക, അത്ര സുഖമുള്ള പരിപാടിയൊന്നും അല്ല കേട്ടോ. ഭയങ്കര മെനക്കേടും വിഷമങ്ങളും ഒക്കെ ഉള്ള സംഭവമാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരിക്കലും നടക്കില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് അന്നത്തെ ശനിയാഴ്ച എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം ഞാൻ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് പറ്റത്തില്ല. അപ്പം കുഴപ്പമില്ല സാലേ, നമുക്ക് പിന്നെ നോക്കാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് വിട്ടു. നമുക്ക് ചില സാഹചര്യങ്ങളുണ്ടല്ലോ, ആ സാഹചര്യങ്ങൾക്കൊത്ത് വന്നാൽ മാത്രമേ പോകൂ. ഇടയ്ക്കൊക്കെ പോവാം കേട്ടോ. സ്ഥിരമായിട്ട് എനിക്ക് ഇതിലൊന്നും നിൽക്കാൻ പറ്റത്തില്ല. ഇടയ്ക്ക് മുഖം കാണിക്കാൻ പോവാം. എങ്ങനെയാണ് സീരിയലിലേക്ക് വന്നത്? സീരിയലിലേക്ക് വന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ റീൽസൊക്കെ ഇടയ്ക്കൊക്കെ കരഞ്ഞൊക്കെ കാണിക്കുമല്ലോ, റീൽസിൽ ഇങ്ങനെ കരഞ്ഞൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്കിങ്ങനെ ഒരു സീരിയലിൻ്റെ കാസ്റ്റിംഗ് ആയിട്ടുള്ളൊരുക്ക ഇത് കണ്ടിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചു. നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഇതുപോലെ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ, അതും ഡയലോഗ് പറഞ്ഞു വേണം അഭിനയിക്കാൻ, അങ്ങനെയുള്ള ക്യാരക്ടറിന് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പം നമുക്ക് ഈ പാട്ടും കുത്തും റീൽസൊക്കെ ഇഷ്ടമായതുകൊണ്ട് അന്നൊരു ഇഷ്ടം തോന്നി. അപ്പം ഞാൻ ഇങ്ങനെ അണ്ണനടുത്ത് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യമായിട്ട് പോയി ഒന്ന് നോക്കുന്നത്. അന്ന് തന്നെ എനിക്ക് മടുത്ത് കേട്ടോ. അയ്യോ എൻ്റെ പൊന്നെ, ഭയങ്കര മെനക്കേടുള്ള പരിപാടിയാണ്. പിന്നെ അടുത്തത് ലവ് സ്റ്റോറി ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അത് അടുത്ത ആഴ്ച ഔട്ട് ആവുമായിരിക്കാം. അടുത്ത ആഴ്ച എന്നാണ് പറഞ്ഞത്. അപ്പം എന്താ പറയുക, അതിനകത്തും പറഞ്ഞിട്ടുണ്ട് ഞാനൊരു 8ാം ക്ലാസ്സും അണ്ണനൊരു 10ാം ക്ലാസ്സും തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ തുടങ്ങി. അടുത്തടുത്ത വീടുകളാണ്, കൊച്ചിലെ മുതൽ കാണുന്നതാണ്. പക്ഷേ അങ്ങനെ കൊച്ചിലെ മുതലൊന്നും മൈൻഡിൽ അങ്ങനെ പ്രതീക്ഷയില്ല ഈ പുള്ളിക്കാരനെ നമ്മൾ പ്രേമിക്കും. ഈ മദ്രസയിലൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ്, ഒരേ ക്ലാസ്സിൽ ഇരുന്നാണ് പഠിച്ചത്. എന്നും ആലോചിക്കുന്നു. അണ്ണൻ പറയും ഒരു കൊച്ചു പച്ച പാവാടയൊക്കെ ഇട്ട് ആ 2ാമത്തെ ബെഞ്ചിൽ അങ്ങ് അറ്റം വന്നിരിക്കുന്ന നിന്നെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് നീ ഒരു മിണ്ടാപ്പൂച്ചിയായിരുന്നു, ഇപ്പം അങ്ങ് തുറന്ന് കിടക്കുമെന്ന് വാ. അന്നേരം ഒന്നും ചിന്തിക്കുന്നില്ലല്ലോ നമ്മൾ, ഇങ്ങനെ സ്നേഹിക്കും, കല്യാണം കഴിക്കും. പിന്നെ അതുമല്ല അണ്ണൻ്റെ വീട്ടിൽ ഈ അണ്ണന് നമുക്ക് ഈ ആ സമയത്തൊക്കെ, ഇപ്പോൾ അങ്ങനെയൊന്നുമില്ലല്ലോ, പണ്ട് കൊച്ചിലെയൊക്കെ ഈ നമ്മുടെ നബിദിനത്തിന് ഏറ്റവും നന്നായിട്ട് വീട് അലങ്കരിക്കുന്നവർക്കും ഏറ്റവും അടിപൊളിയായിട്ട് വണ്ടി അലങ്കരിച്ച് ഇറക്കുന്ന ഈ റാലിക്ക് ഇറക്കുന്നവർക്കും സമ്മാനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ അണ്ണൻ ഞാനിങ്ങനെ നബിദിനത്തിന് കൊടിയൊക്കെ പിടിച്ചിങ്ങനെ പോകുമ്പോൾ ഒരു വീട് ഇങ്ങനെ ഞാൻ ശ്രദ്ധിച്ച്. അപ്പം നോക്കുമ്പോൾ ഒരു ഓടിട്ട വീട് ഭയങ്കരമായിട്ട് പച്ച കൊടിയൊക്കെ വെച്ച് അലങ്കരിച്ചേക്കുന്നു, ബോക്സിലൊക്കെ പച്ച ഇതൊക്കെ ഭയങ്കര അലങ്കാരം. ഞാൻ ഇങ്ങനെ ആ വീട് നോക്കിക്കൊണ്ട് പോകും. ഭാവിയിൽ ആ വീട്ടിൽ പോയി കയറേണ്ട വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ അതൊക്കെ എപ്പോഴും ഇങ്ങനെ ഒരു ഓർമ്മയായിട്ട് പറയാറുണ്ട്. പടച്ചോൻ സഹായിച്ച് ഇപ്പോൾ ഏപ്രിൽ 26 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 10 വർഷമായി. കല്യാണം കഴിഞ്ഞ് 10 വർഷമായി, അതിന് മുമ്പ് ഒരു 9 വർഷം, എല്ലാം കൂടെ ഒരു 19 വർഷത്തെ ബന്ധം ഉണ്ട്. എന്തോ എനിക്കറിയത്തില്ല എന്തോ പറയണം. ഞാൻ ഒരുപാട് പറഞ്ഞ ചിലവ് കരഞ്ഞു പോകും. വേണ്ട, അണ്ണൻ്റെ അടുത്ത് പറയാറുണ്ട്, ഈ ഞങ്ങൾ കല്യാണം കഴിക്കുന്ന നേരം നമുക്കറിയാമല്ലോ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അന്ന് നമുക്ക് നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞ സ്വർണം, പൈസ, ഇതിൻ്റെയൊക്കെ കാര്യത്തിന് അമ്മ ഒക്കെ ഓടുക. അപ്പം എൻ്റെ നാട്ടിൽ സാധാരണ എന്ന് വെച്ചാൽ ബിരിയാണി, ഏതൊരു കല്യാണത്തിന് പോയാലും ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ആൾക്കാർ കുറ്റം പറയും. എന്തിനു പിള്ളേരെന്ന് ഇത്രയും ആൾക്കാരെ വിളിച്ചിട്ട് പിന്നെ ബിരിയാണി ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ ഞങ്ങളുടെ നാട്ടിലുണ്ട്. അപ്പോൾ എനിക്കങ്ങ് ഭയങ്കര ടെൻഷനാണ്. തികഞ്ഞില്ലെങ്കിലൊക്കെ ഭയങ്കര കുറ്റം പറയും. അയ്യോ അല്ലാതെ തികയാതിരിക്കുമോ, ആൺവീട്ടുകാർ എല്ലാം ഒരേ നാട്ടുകാരാണ്, ആണും പെണ്ണും ഒരേ നാട്ടുകാർ, ഇത്രയും ആൾക്കാരുണ്ട് വല്ലതും പറയുമോ. എനിക്കങ്ങ് ഭയങ്കര ടെൻഷനാണ്. എനിക്ക് കല്യാണത്തിൻ്റെ ഒരു സന്തോഷങ്ങളില്ല, എനിക്ക് ടെൻഷൻ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അത്ത എന്നെ റൂമിലോട്ട് ഇങ്ങനെ നോക്കാൻ വരും, പെണ്ണിരിക്കും. അപ്പം ഞാൻ അത്ത ചോറൊക്കെ 10 മക്കളുടെ ടെൻഷൻ അടിക്കാതെ ഇഷ്ടം പോലെ ഉണ്ട്, അതൊക്കെ ഒരുപാടുണ്ട്, മക്കൾ ഹാപ്പി ആയിട്ടിരിക്കുന്നൊക്കെ എൻ്റെ അത്ത പറയും. അപ്പോൾ പക്ഷേ എന്നാലും എൻ്റെ മനസ്സ് അവിടെയായിരുന്നു, അയ്യോ അതൊക്കെ എല്ലാം നല്ലപോലെ നടക്കുമെന്നൊക്കെ. അപ്പം പിന്നെ നമ്മൾ ഈ 9 വർഷം പ്രേമിച്ചെങ്കിലും ആ സമയമൊന്നും ആരും അറിഞ്ഞിട്ടില്ല.
ലാസ്റ്റൊക്കെയാണ് ഒരു +2 ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ നമുക്കിങ്ങനെ പെൺപിള്ളേരിരിക്കുന്ന വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ആലോചിച്ച് വരുമെന്ന് പറയുന്ന പോലെ ഇങ്ങനെ ഓരോരുത്തരൊക്കെ ആലോചിച്ച് വരാൻ നേരം ഞാൻ അണ്ണനോട് പറഞ്ഞു, അണ്ണനെ പറയണം. അങ്ങനെ അണ്ണൻ എൻ്റെ അമ്മ അടുത്ത് പറഞ്ഞു, എൻ്റെ അത്ത അന്ന് ഗൾഫിലായെന്ന് ഫോൺ വിളിച്ച് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഫാമിലിയിലൊക്കെ അറിയുന്നത്. പിന്നെ ഒരു ഭൂകമ്പം അല്ലേ ഫാമിലിയിൽ, കൊച്ചു പ്രേമിച്ച് അങ്ങനെ ഇങ്ങനെ അമ്മായി കുറ്റം പറച്ചില്ല, അത്തായെക്കുറിച്ച് മറ്റേ എല്ലാവരെയും കുറ്റം പറച്ചില്ല. അപ്പോൾ ഈ ബന്ധുക്കാരെന്ന് പറയും ഇപ്പോഴത്തെ ചോരത്തിളപ്പിൽ പറ്റുന്നതാണ്, അതൊക്കെ കഴിഞ്ഞ് പ്രേമിച്ചതൊന്നും നടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞൊരു മൈൻഡിൽ എൻ്റെ മനസ്സ് മൊത്തം ടെൻഷനും വിഷമാണ്. അണ്ണിങ്ങനെ താലി കെട്ടാൻ നേരം ഞാൻ മനസ്സിൽ പറഞ്ഞത്, പടച്ചോനെ എൻ്റെ ശരികളിൽ ഒന്നാവണേ ഇത് എന്നാണ് പറഞ്ഞത്. അത് ഞാൻ അണ്ണനോട് പറഞ്ഞിട്ടുണ്ട്, അണ്ണനെ ഞാൻ ഇങ്ങനെ പറഞ്ഞ്. അപ്പം അണ്ണൻ പറഞ്ഞത് നിനക്ക് വട്ടാണ്. കാരണം അത്രയും എനിക്ക് ടെൻഷനും ഇതുമൊക്കെ ആയിരുന്നു എൻ്റെ കല്യാണ സമയത്ത്. പക്ഷേ എന്തോ പഠിച്ച എനിക്ക് നല്ലതാണ് തന്നത്. ഞാൻ എന്തിനാണ് കരയുന്നത് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ ഏജ് മോനൂട്ടൻ, പൊന്നൂസ്, സാലിഹ, ഷാജഹാനിക്ക. ഏജ് അണ്ണനും ഞാനും തമ്മിൽ 2 വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ. എൻ്റെ വയസ്സ് 31. ഇപ്പം 31ാമത്തെ ബർത്ത്ഡേ ആക്ച്വലി 30ലേക്കൊക്കെ കടന്ന് എനിക്ക് ടെൻഷനാവുന്നു. എനിക്ക് വയസ്സായോ പഠിച്ചോനെ. പിന്നെ അണ്ണന് 33 വയസ്സ്. ഇനി ജൂലൈ 4 അണ്ണന് 34 വയസ്സായി കേട്ടോ. പിന്നെ മോനുകുട്ടന് 6 വയസ്സ്, പൊന്നൂസിന് 8 വയസ്സ്. അവർ തമ്മിൽ 2 വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ. ഞാനും അണ്ണനും തമ്മിൽ 2 വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ. അപ്പം അതാണ് ഞങ്ങളുടെ പ്രായം. എൻ്റെ പിന്നെ എനിക്കറിയത്തില്ലേ, എനിക്ക് ഭയങ്കര ടെൻഷനാണ്. വയസ്സായി ഇനി പൊന്നൂസ് മോനുകുട്ടനൊക്കെ വളർന്ന് അവർ കല്യാണം കഴിച്ച് അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ട് അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ കാണാനുള്ള ഭാഗ്യം തരണേ പഠിച്ചവനെ. അയ്യോ എനിക്കറിയാം, അതൊക്കെ വലിയ വലിയ ആഗ്രഹങ്ങളാണല്ലേ, കുറച്ച് അധികപ്പറ്റായിപ്പോയി. എന്നാലും ആഗ്രഹിക്കാമല്ലോ. ജോബ് നോക്കുന്നുണ്ടോ ഇത്ത? ജോബ് നോക്കുന്നൊന്നും ഇല്ലടാ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതാണ് ഇഷ്ടം. ഇതാകുമ്പോൾ എനിക്ക് പൊന്നൂസിനെ കൊണ്ടുതന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഈ അമ്മ എന്ന നിലയിൽ എനിക്ക് അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്താലേ എനിക്ക് ഒരു എന്താ തൃപ്തിയുള്ളൂ. അപ്പോൾ അതൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഫാമിലിയുടെ കൂടെ ഇത്രയും നേരെ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടല്ലോ. ജോബിന് പോയാൽ സത്യം പറഞ്ഞാൽ നടക്കത്തില്ല. ഞാനിപ്പം പൊയ്യാനിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴും രാവിലെ 7:30 ആകുമ്പോഴത്തേക്കും പോവും. 8 മണിക്ക് അവിടെ പ്രയറിന് മുമ്പ് കയറണം, അല്ലെങ്കിൽ നേഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ വായിരിക്കുന്നതൊക്കെ കേൾക്കണം. പിന്നെ നമുക്ക് 5 മണി വരെ ഉള്ള ഡ്യൂട്ടി. പക്ഷേ നമ്മൾ 5 മണിക്ക് ഇറങ്ങാൻ പോകുമ്പോൾ HR മാനേജർ പറയും മറ്റേ കാർഡിയോളജി വിഭാഗം വന്നു, അപ്പം അവിടോട്ടൊന്ന് നിൽക്കുക സാലിയ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിർത്തും. നമ്മുടെ ഒരു കൂട്ടുകാരിയുണ്ട് പ്രവീണ, അവളെ നിർത്തും. അങ്ങനെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നിൽക്കും. 7-7:30 ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ പോകണം. സ്കൂട്ടി ഉണ്ട്, എന്നാലും നമുക്ക് 5 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോകണം. നമ്മൾ 7:30-ക്കൊക്കെ പോകുന്ന ചില ദിവസങ്ങളിലുള്ളിൽ കാർഡിയോളജി, വ്യാഴം, ചൊവ്വ, എങ്കിലും നമുക്കൊരു സങ്കടമല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഇതാണ് സ്വർഗം, ഇതാണ് എനിക്ക് സന്തോഷവും. അപ്പം ഞാനിപ്പോൾ തൽക്കാലം ഒന്നും നോക്കുന്നില്ല ഫ്രണ്ട്സ്. സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യുമോ? ഹോം റെമഡി സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്യാറില്ല. നിങ്ങൾ എൻ്റെ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. എനിക്ക് ഇത്രയും വർഷക്കാലം എൻ്റെ മുഖത്ത് അങ്ങനെ പിമ്പിൾസ് വരത്തില്ല. എനിക്ക് പിമ്പിൾസ് വരാത്ത മുഖമാണ്, സ്കിന്നാണ്, അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, എനിക്ക് അലർജി പ്രശ്നം. നമുക്ക് അടുപ്പിച്ച് ഓരോ പ്രോഗ്രാമിനൊക്കെ മേക്കപ്പ് ചെയ്തതിന് ശേഷമാണ് ഓരോ ഇത് വന്നിട്ട് കറുത്ത പാട് വന്നു ഈ ഇത്രയും ഏരിയയിൽ. അപ്പം അണ്ണൻ പറഞ്ഞാൽ അവർ ഈ പിന്നെ സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിക്കും, നിനക്ക് ചിലത് പിടിക്കത്തില്ലായിരിക്കും. അങ്ങനെ എൻ്റെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവായൊരു ഇതാണ്. അപ്പം ഞങ്ങൾ പിന്നെ സ്കിൻ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടറാണ് ഇനി മേലാൽ ഒരു മേക്കപ്പും ചെയ്യരുത് അങ്ങനെ. അപ്പം ഞാനിപ്പോൾ പോലും ഇന്നാൾക്കൊരു കല്യാണം വന്നപ്പോൾ കുറച്ച് ഫൗണ്ടേഷൻ ഇട്ട് ഒരുങ്ങി. അതിന് മുമ്പ് ഒരു 1.5 മാസമായിട്ട് ഞാൻ എൻ്റെ മുഖത്തൊന്നും ഇടത്തില്ല. ഇപ്പോൾ പോലും മുഖത്തൊന്നും ഇട്ടിട്ടില്ല. ഞാൻ ലിപ്സ്റ്റിക്കും ഇട്ട് കണ്ണും എഴുതിയിട്ടുണ്ട്. എനിക്ക് ഇവിടോട്ടൊക്കെ പൗഡർ പോലും ഇടല്ലെന്ന് ഡോക്ടർ പറഞ്ഞു. കാരണം കുറേ നാളത്തേക്ക് സ്കിന്നിന് റെസ്റ്റ് കൊടുക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ട് ലിപ്സ്റ്റിക്കും ഇട്ട് കണ്ണ് എഴുതും, പൗഡർ പോലും ഞാനിപ്പോൾ യൂസ് ചെയ്തില്ല. എനിക്ക് അലർജി വന്നതിന് പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഇത്രയും വർഷമൊക്കെ നമുക്ക് മുഖമൊക്കെ നന്നായിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര സങ്കടം. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു വിശേഷം വന്നാൽ പോലും മേക്കപ്പ് ചെയ്യാൻ ഒരാളെ വിളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അണ്ണൻ്റെ വായിരിക്കുന്നൊക്കെ കേൾക്കേണ്ടി വരും. നിനക്കത് വന്നിട്ട് പഠിച്ചില്ലേ, ആശുപത്രി കൊണ്ട് ഇത്ര രൂപ കൊടുത്തിട്ട് ശരിയായില്ലേ, നീ പഠിക്കത്തില്ലേ. അതുകൊണ്ട് ഇനി അങ്ങനത്തെ മൈൻഡേ ഇല്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്കൊരു സ്കിൻ കെയർ റൊട്ടീൻ ഇല്ലടാ. ഞാൻ പിന്നെ തണുത്ത വെള്ളത്തിൽ ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകാറുണ്ട്. നെഗറ്റീവ് കമൻറ്റിന് എങ്ങനെ
മൈൻഡ് ചെയ്യുന്നു. അത് ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്ന് മാങ്ക ചെയ്യുന്നു എന്നായിപ്പോയി. അതുകൊണ്ടാണ് എനിക്ക് വായിക്കാനൊരു ഇത് വന്നത്. നെഗറ്റീവ് കമൻറ്റ് ഞാൻ മൈൻഡ് ചെയ്യാറില്ലടാ. കാരണം കമൻറ്റ് ബോക്സ് കൊടുത്തേക്കുന്നത് അവർക്ക് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ എഴുതാനാണ്. പോസിറ്റീവ് മൈൻഡിന് ഞാൻ ഹാർട്ട് കൊടുക്കും, റിപ്ലൈ കൊടുക്കും, ഉമ്മ കൊടുക്കും, അവർ ചോദിക്കുന്നതിന് തിരിച്ച് റിപ്ലൈ ഒക്കെ കൊടുക്കും. നെഗറ്റീവ് കമൻറ്റ് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അത്രയും ഇറിറ്റേറ്റ് ആയിട്ടുള്ള വല്ല കമൻറ്റും ആണെങ്കിൽ സാധാരണ ഞാൻ പറഞ്ഞില്ല ഒരേ മെയിൽ ഐ ഡിയാണ് പുള്ളി കയറി കൊടുത്തല്ലോ. ഇപ്പോൾ ജോലി സ്ഥലത്തൊക്കെ ഫ്രീ കിട്ടുമ്പോഴത്തേക്ക് അണ്ണൻ നോക്കും, സ്റ്റുഡിയോ ഒക്കെ നോക്കുമ്പോഴത്തേക്കും യൂട്യൂബ് സ്റ്റുഡിയോ നോക്കുമ്പോൾ അത് ഈ കമൻറ്റ് കാണുമ്പോഴത്തേക്കും അണ്ണൻ ചിലപ്പോൾ റിപ്ലൈ കൊടുക്കും. ഞാൻ ചിലപ്പോൾ പറയും അണ്ണേ ഡിലീറ്റ് ആക്കണേ. കാരണം ചിലപ്പോൾ ആണുങ്ങളാണ്, ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ റിപ്ലൈ കൊടുക്കുമ്പോൾ അതും ഒരു കടുത്ത റിപ്ലൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ അതുകൊണ്ട് അണ്ണോട് പറഞ്ഞിട്ടുണ്ട്, എന്ത് ഇറിറ്റേറ്റിംഗ് കമൻ്റ് ആയാലും അണ്ണ അത് മൈൻഡ് ചെയ്യാതെ വിടണം, റിപ്ലൈ കൊടുക്കല്ലേ. കാരണം അതിൻ്റെ ആവശ്യമില്ല, അതവർ ആ മൈൻഡ് ചെയ്യാതെ വിടുക. നമുക്ക് അവർ ആ കമൻറ്റ് ഇട്ടുകൊണ്ട് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ എന്തിനാണ് മൈൻഡ് ചെയ്യുന്നതെന്ന് ഞാൻ അണ്ണൻ്റെ അടുത്ത് പറയാറുണ്ട്. നിർത്തണം, ഒരു ബ്രേക്ക് എടുക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? നെഗറ്റീവ് കമൻറ്റ് കാരണം ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ചിലവർ ഞാൻ പൊന്നൂസിൻ്റെ കൂടെയൊക്കെ ഡാൻസ് കളിക്കുമ്പം നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് വണ്ണം വെച്ചു. ഞാൻ ഈ പറയുന്ന പോലെ എനിക്ക് ഡാൻസ് ഇഷ്ടം കൊച്ചിലെ ആയതുകൊണ്ട് നമ്മൾ സബ് ജില്ല ഇങ്ങനെയൊക്കെ നടന്നതും കുറേ സർട്ടിഫിക്കറ്റ് വെറുതെ അലമാരി പൂട്ടി വെച്ചിട്ടുണ്ട്. നമുക്കോ പറ്റിയില്ല, പൊന്നുവെങ്കിലും നല്ലൊരു ഇതാവട്ടെ എന്ന് കരുതിയും പിന്നെ അവൾക്കത് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അങ്ങനെ. അപ്പം എനിക്കും അതിലൊരു ഇഷ്ടമുണ്ട്. അപ്പോൾ ആ ഒരു മൈൻഡ് ഉള്ളതുകൊണ്ടാണ് ഞാനും പൊന്നൂൻ്റെ കൂടെ ഡാൻസൊക്കെ കളിക്കുന്നത്. പക്ഷേ എനിക്ക് വണ്ണം വെച്ച് പോയതുകൊണ്ട് ഒരു വൃത്തികേടുണ്ടാവാം ചിലപ്പോൾ ഡാൻസ് കളിക്കുമ്പം. പിന്നെ അണ്ണനും നല്ലോണം വണ്ണം വെച്ചു, അപ്പോൾ അതിൻ്റെ ഒരു വൃത്തികേടുണ്ടാവും. പക്ഷെ നമുക്ക് ആഗ്രഹങ്ങളുണ്ടല്ലോ. പിന്നെ അവർ കമൻ്റ് ഇടുന്നത് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നു. പേഴ്സണൽ ലൈഫിൽ ആ കമൻറ്റ് വന്ന് നമ്മളെ കുത്തുകയോ ഇടിക്കുകയോ ഒന്നും ചെയ്തില്ല. അപ്പോൾ അതങ്ങ് സ്കിപ്പ് ചെയ്ത് വിടുവിടാം, അത്രേ ഉള്ളൂ. നിർത്തണമെന്നൊന്നും തോന്നിയിട്ടില്ല. പിന്നെ നമ്മുടെ ലൈഫിൽ അല്ലാത്ത എന്തെങ്കിലും വിഷമം വരുമ്പോൾ കുറച്ച് ദിവസം വീഡിയോ വേണ്ട, കുറച്ച് ദിവസം ചെയ്യേണ്ട, ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പുതുതായി ഒരു ചാനൽ തുടങ്ങുന്ന ആൾക്കാരോട് എന്ത് അഡ്വാൻസ് ആണ് കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളിപ്പം പുതിയൊരു ചാനൽ തുടങ്ങി, നമ്മളെ മൈൻഡും എല്ലാം ഈ ചാനലിലായിരിക്കണം. എന്ന് വെച്ചാൽ ഈ ചാനൽ ഒരു നിലയിൽ എത്തുന്നത് വരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക, കുറച്ചൊക്കെ മെനക്കെടുക, കഷ്ടപ്പാട് ഒരു ദിവസം അതിന് ബലം കാണുമെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം 1-2 ദിവസം വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഓടിയില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ബാക്ക് അടിച്ച് പോകാതിരിക്കുക, ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ശ്രമിച്ചാൽ ബലം ഉറപ്പാട് എന്ന് പറയുന്ന പോലെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക, നിങ്ങൾക്ക് ഒരു ദിവസം സന്തോഷം വരും. പിന്നെ ഉള്ളത് ഇനി നെക്സ്റ്റ് പോകാൻ ആഗ്രഹിക്കുന്ന ഉള്ളൊരു പ്ലേസ്, നെക്സ്റ്റ് പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ, ഞാൻ പോയിട്ടുള്ളത് വീണ്ടും നമ്മൾ ലക്ഷദ്വീപിൽ പോയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ പോകാൻ ആഗ്രഹമുണ്ട്, ഒന്നുകൂടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം അവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര സ്നേഹമുള്ളവരാണ്. അപ്പോൾ ഒന്നുകൂടെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഈ വരുന്ന വെക്കേഷൻ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. പൊന്നൂനെ മോണ്ടനെ കൊണ്ട് എവിടെയെങ്കിലും പോകണ്ടേ, അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സൗദിയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം എനിക്കും അണ്ണനും ഒരുപോലുള്ളൊരാഗ്രഹം. ഞാൻ പോയിട്ടില്ല. ഞങ്ങൾ പാസ്പോർട്ടൊക്കെ എടുത്ത് ഞാനും പൊന്നൂസും മോണ്ടനും പോകാനൊക്കെ ഇരുന്ന സമയത്താണ് അണ്ണൻ അവിടെ പ്രോബ്ലം ഒക്കെ ആയത്, അണ്ണൻ തിരിച്ചു വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ റിപ്ലൈ കൊടുക്കുന്ന കാര്യം കണ്ടില്ല, അണ്ണന് ദേഷ്യം വന്ന് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ ഈ റിപ്ലൈ കൊടുക്കാൻ തുനിയുന്നത് പോലെയാണ് അണ്ണൻ അവിടെ ഉള്ളൊരു കോഫി ഷോപ്പിലുള്ള ഒരാളെ ഒരു മസിരി അടിക്കുന്ന കണ്ടപ്പോൾ അണ്ണൻ പോയി തടഞ്ഞ് അയാളെ പിടിച്ച് തെള്ളിയതാണ്. അപ്പോൾ ഈ അടി കൊണ്ട ആളല്ല, ഈ രക്ഷിച്ച അണ്ണനും അയാളുമായിട്ട് പ്രശ്നമായി. അണ്ണൻ പറഞ്ഞ ഒരു കാരണമില്ലാതെ എന്തിനാണ് അങ്ങനെ പാവങ്ങളാണ് അന്യ നാട്ടിൽ നിൽക്കുക വന്ന് അണ്ണൻ അയാളെ പിടിച്ച് തെള്ളിയതാണ്. അയാളും അണ്ണനുമായിട്ട് വഴക്കായി. അപ്പോൾ കഫീലിനോട് പറഞ്ഞു, ഞങ്ങളിൽ ആരെങ്കിലും ഒരാളെ ഇവിടെ ജോലി ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഞാൻ പറഞ്ഞു, എന്തിനാ വല്ലവരുടെ സോറിയൊക്കെ പറയുന്നത്, വിഷമിക്കണം, കയറി വാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അണ്ണൻ വന്നത്. ലീവിനാണ് വന്നത്. ലീവിന് വന്നിട്ട് പിന്നെ അണ്ണന് പോകാൻ മാനസികമായിട്ട് ഭയങ്കര വിഷമമായി. അങ്ങനെ പിന്നെ ഞങ്ങൾ വേണ്ട, നമുക്കൊന്നില്ലെങ്കിൽ വേറെ ഒരെണ്ണം തരും പടച്ചോനെന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ ലീവ് കഴിഞ്ഞിട്ടാണ് പോയില്ല. അപ്പോൾ സൗദി അറേബ്യയിലെ ഒരു നിയമം എന്ന് വെച്ചാൽ ലീവിന് വന്നു കഴിഞ്ഞിട്ട് പിന്നെ 3 വർഷം കഴിഞ്ഞ് പോകാൻ പറ്റുമെന്നുള്ളൊരു നിയമം ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ റദ്ദാക്കിയെന്ന് പറയുന്നു, അന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ 3 വർഷം അണ്ണൻ നാട്ടിൽ നിന്നത്. അപ്പോൾ അവിടെ പോയി അണ്ണൻ്റെ കഫീലിനെ ഒന്ന് കാണണമെന്നുണ്ട്. അണ്ണൻ എപ്പോഴും പറയും കഫീലിനെ കണ്ടിട്ട് ഒരു സലാം പറയണം. എന്നാലും ഞാൻ ഇത്രയും വർഷമൊക്കെ നിന്നിട്ടും, കാരണം 10-12 വർഷമൊക്കെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു ഇതൊക്കെ പിരിഞ്ഞ് വരുമ്പോൾ ഫണ്ടൊക്കെ തരേണ്ടതാണ്. അതൊന്നും തന്നില്ല. അണ്ണൻ പറയണേ, എന്നാലും അത്രയും വർഷം കൂടെ നിന്നേയല്ലേ, എനിക്ക് തിരിച്ചു വരാൻ പറ്റി എന്നുള്ളത് കാണിക്കാൻ കഫീലിനെ കണ്ടൊരു സലാം പറയണമെന്ന് പറയും. ഞാൻ പറയും, പറയണോ? അങ്ങനെ എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്.
സൗദി അറേബ്യയിൽ. പിന്നെ ഉംറ ചെയ്യാൻ പോകണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പഠിച്ചോ എല്ലാം നടത്തി തട്ടെ. സൂപ്പറായിട്ടുണ്ട് മുത്തുമണി. സബ്യു ഷിഫാന. ലവ് മാരേജ് ആയിരുന്നോ? സബിത ലവ് മാരേജ് ആയിരുന്നടാ, പറഞ്ഞു തീർന്നതേ ഉള്ളൂ. ഹസ് വൈഫാണ്. അണ്ണനെയും പിള്ളാരെയും നോക്കുന്ന സാലിയാണ് എനിക്കിഷ്ടം. ആ കമൻറ്റിനോട് സാലിക്ക് ദേഷ്യമുണ്ടോ? ഹൗസ് വൈഫ് ഒരിക്കലും ഇല്ലടാ. എനിക്ക് സത്യം പറഞ്ഞാൽ അതാണ് ഇഷ്ടം. ഇപ്പം അണ്ണൻ ഇന്ന് പൊന്നൂസും മോനൂട്ടനും നമ്മുടെ കാറ അമ്പലത്തിൽ ഉത്സവമാണ്. എൻ്റെ വീടിൻ്റെ അമ്പലത്തിനോട് അടുത്താണ്. അപ്പോൾ ഉത്സവമാണ്. എഴുന്നള്ളത്ത്, മുറ്റത്തൂടെ ആന, ഭയങ്കര സൗണ്ടും ഡാൻസും പാട്ടും ഒക്കെയാണ് അമ്പലത്തിൽ. ഈ കോളാമ്പി ഇത് സെറ്റ് വെച്ചിട്ടുണ്ട് മേളിൽ, പണ്ടല്ലേ കോളാമ്പി. അപ്പം വീട്ടിൽ ഇരുന്നാൽ ഭയങ്കര ശബ്ദവും പാട്ടും ഒക്കെയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് രസമാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം പൊന്നൂനെ മോനൂട്ടനെ നമ്മൾ അവിടെ കൊണ്ടാക്കി. അപ്പുറം ഇപ്പുറമുള്ള കുഞ്ഞുങ്ങളായിട്ട് കളിക്കട്ടെ. അപ്പോൾ ഞാൻ വന്നു. ഞാൻ ഇന്നേരം എനിക്ക് പ്രത്യേകിച്ച് രാവിലെ ജോലി ചെയ്യുന്നില്ല. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി. ഇത് ഇന്നലെ ഉണ്ടാക്കിയതൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പം അണ്ണ 1 മണിക്ക് വരുമ്പോൾ നമുക്ക് എടുത്ത് ചൂടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഉറങ്ങും. അണ്ണ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാലി മുത്തേ വന്ന് കതവ് കുറ്റിയിട്ടിട്ട് കിടന്നുറങ്ങാൻ പറഞ്ഞു. അപ്പം ഞാൻ വന്ന് കതവ് കുറ്റിയിട്ടിട്ട് ഞാൻ ഉറങ്ങുകയാണ്. അപ്പം അണ്ണ എന്നോട് എപ്പോഴും പറഞ്ഞു, നിനക്ക് വീട്ടിൽ ഒറ്റയ്ക്കിരിക്കാനും ഉറങ്ങാനും, കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന സാധനം നമുക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ ഉറക്കം, ആ ഒരു ഫ്രീഡം, കുറച്ച് നേരം അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ ഹൗസ് വൈഫ് ആണ് ഇഷ്ടം. അതൊരിക്കലും ഒരു കുറഞ്ഞതല്ല. ഹൗസ് വൈഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നെ ഒരുപാട് കാര്യങ്ങളില്ലേ. എന്താ പറയുക, ഒരു കുഞ്ഞൊരു റിയലി പറഞ്ഞില്ലേ, അച്ഛനൊരു ജോലിയേ ഉള്ളൂ, അച്ഛന് പെയിൻ്റ് അടി മാത്രമേ ഉള്ളൂ. പക്ഷേ അമ്മയ്ക്ക് ഒരുപാട് ജോലികളുണ്ട്. അമ്മയ്ക്ക് തൂക്കണം, തുടങ്ങണം, ചോറ് വെക്കണം, പിന്നെ ചോറിന് കറി വെക്കണം, ഇങ്ങനെയൊക്കെ പറയില്ലേ. അതുപോലെ തന്നെ സത്യമാണ്. നമ്മൾ ഒരു ദിവസം 2 കൈ കൊണ്ട് ചെയ്യുന്ന എത്രയോ പറഞ്ഞു തീരാൻ പറ്റാത്ത ജോലികളുണ്ട്. അപ്പം ഹൗസ് വൈഫ് എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. വൈകുന്നേരം വരുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അണ്ണൻ പറയും, അതിന് അണ്ണനെ ആശ്വസിപ്പിക്കുന്നു. ഞാൻ അന്നേരം വലിയ എന്തോ ആണെന്നുള്ളൊരു ചിന്തയൊക്കെ വരും. ഞാൻ വലിയ പുള്ളിയാണ്, അണ്ണനെ ഉപദേശിക്കുന്നു. അതുപോലെ കുഞ്ഞുങ്ങൾ വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അന്നത്തെ ടീച്ചർമാരുടെ പെരുമാറ്റങ്ങളൊക്കെ ഞാൻ ചോദിക്കും. ടീച്ചർ അങ്ങനെ പറഞ്ഞോ, ഇങ്ങനെ പറഞ്ഞോ, ടീച്ചർമാരിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടായിരുന്നോ. നമുക്ക് എല്ലാവരും മനുഷ്യരാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ ചെറിയ നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് വിളിച്ച് സംസാരിക്കുകയും കാര്യങ്ങളും ചെയ്യണം. പണ്ട് ഇതുപോലെ പൊന്നൂസിന് ബാക്ക് ബെഞ്ചിൽ ടീച്ചർ ഇരുത്തിയിട്ട് ടീച്ചർ അങ്ങ് മറന്നുപോയി. അപ്പോൾ ഒരു കുട്ടി ഒരാഴ്ചയായിട്ട് ബാക്ക് ബെഞ്ചിൽ ഇരുത്തിയിട്ട് എന്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഞാനിങ്ങനെ കുഞ്ഞിനെ ഒരുക്കുമ്പോൾ മോനെ എന്നെ എവിടെ ഇരുന്നേ, അപ്പോഴാണ് പറയുന്നത്, അമ്മ ഞാൻ 3 ദിവസമായിട്ട് ബാക്ക് ബെഞ്ചിലായിരുന്നേ, ടീച്ചർ റൊട്ടേറ്റ്. അപ്പം ഞാൻ ടീച്ചറിനെ വിളിച്ചു. അപ്പോൾ ടീച്ചർ ഞാൻ മറന്നുപോയിരുന്നു. അപ്പം ഞാൻ ആലോചിക്കുന്നത്, ടീച്ചർ ഫ്രണ്ടിൽ നിന്ന് പഠിപ്പിക്കുവാണ്. പഠിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് ഒരു കുട്ടി ബാക്ക് ബെഞ്ചിൽ ഒറ്റയ്ക്കിരിക്കുന്നു എന്ന് ടീച്ചർ കണ്ണ് കണ്ടുകൂടി. എന്നുവെച്ചാൽ മോളുടെ കൂടെ വേറൊരു കൊച്ചും ഉണ്ടായിരുന്നു ബാക്ക് ബെഞ്ചിൽ. അതിന് പനിയായിട്ട് 3 ദിവസമായിട്ട് വരക്കോല. അപ്പോൾ ഒരു കുട്ടി ഒറ്റയ്ക്കല്ലേ ഒരു ബെഞ്ചിൽ ഇരിക്കുന്ന, റൊട്ടേറ്റും ചെയ്യിപ്പിക്കുന്നില്ല. അപ്പം നമ്മൾ ഫ്രണ്ടിലോ ബാക്കിലോ ഇരിക്കുന്ന ഒരു കുട്ടിയെ അങ്ങോട്ട് പിടിച്ചിരുത്തണം. അതല്ലേ ഒരു ടീച്ചർ ചെയ്യേണ്ടത്. അപ്പം അതിനുശേഷം ഞാൻ പറഞ്ഞതിന് ശേഷം പിന്നെ ടീച്ചർ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പൊന്നൂസ് ഫ്രണ്ട് ബെഞ്ചിൽ കൂടെ ആൾക്കാർ ഇരിപ്പുണ്ട്. ഈ സൈഡിലൊരു ബെഞ്ചുണ്ട്. അപ്പോൾ അതാണ് പ്രശ്നം. അതെടുത്ത് മാറ്റി ഇപ്പുറത്തെ ഫ്രണ്ട് ബെഞ്ചിലോട്ട് ആൾക്കാരെ ആക്കി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് വിടുന്നു. അപ്പം പിന്നെ ഞാൻ എന്നും ചോദിക്കും, മോനെ ഇന്നങ്ങനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുവാണ്. ഒരു കുഞ്ഞ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്തായാലും കുഞ്ഞിനൊരു വിഷമം വരും. കൊച്ചു പിള്ളേരല്ലേ. അപ്പോൾ ഞാൻ അതിനുശേഷം എന്നും പൊന്നൂസിനോട് ചോദിക്കും, മക്കളെ ഇന്ന് റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചോ, ഇന്ന് ടീച്ചർ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. എല്ലാവരും മനുഷ്യരല്ലേ. അപ്പോൾ ചോദിക്കുമ്പം മക്കൾ പറയും, അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക, കുഞ്ഞുങ്ങളെ ഓരോ കാര്യങ്ങളൊക്കെ സമാധാനിപ്പിക്കുക. സ്കൂളിലെ അറിയാമല്ലോ, അമ്മ ഇന്ന് അവൻ അങ്ങനെ പറഞ്ഞമ്മ, അശ്വ തന്നെ ഇങ്ങനെ പറഞ്ഞമ്മ, മോനുട്ടെ. അപ്പോൾ അത് നമുക്ക് അവർക്ക് തെറ്റിതിരുത്തി കൊടുക്കുക. സത്യം പറഞ്ഞാൽ ചില സമയം ഞാൻ ഈ വലിയ വലിയ പുള്ളികളെ പോലെയാണ് ചില സമയം ഞാൻ ഉപദേശിക്കുമ്പം. ഞാൻ തന്നെ ആലോചിക്കൂ, കാരണം സത്യം പറഞ്ഞാൽ ആ ഉപദേശത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ അവരെ ഉപദേശിക്കും. എനിക്കറിയത്തില്ല എൻ്റെ കാര്യം. വീട് പണി എവിടം വരെയായി? വീട് പണി നമുക്കിപ്പം വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് നമുക്ക് ടൈലിൻ്റെ പണിയാണ്. അപ്പോൾ അവിടം വരെയായി. ഇൻഷാ അല്ലാഹ് ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ എന്താ പറയുക, എത്രയും പെട്ടെന്ന് പാലുകാച്ചി നടക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അന്ന് എനിക്കറിയത്തില്ല, അതൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരുപാട് പറയേണ്ട വരും. അത് വിടാൻ മുത്തുമണി. പിന്നെ പ്രഗ്നൻ്റ് ആണോ? അല്ല, എനിക്കറിയില്ല എന്തിനാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത് ഇനിയിപ്പം. കാരണം എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ ആ ഒരു സിറ്റുവേഷനെ അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് 2 എണ്ണം സിസേറിയൻ 2 മതിയെന്ന് പറഞ്ഞ് നിർത്തി. പക്ഷെ ഇപ്പം എനിക്കും അണ്ണന് ഭയങ്കര ആഗ്രഹമാണ്, ഒരു കുഞ്ഞും കൂടെ വേണം. പക്ഷെ മോനുട്ടൻ
ഇന്നാൾക്ക് ഒരു കുഞ്ഞൂടെ വേണം എന്ന് പറഞ്ഞപ്പോഴേ മൂന്നൂട്ട ഭയങ്കര ബഹളവും കരച്ചിലും ഒക്കെ. കാരണം അവൻ ആ ഇളയത് എന്നുള്ളൊരു കിട്ടുന്ന ഒരു കൊഞ്ചല് മാറും എന്നുള്ളൊരു മൈൻഡ് ആയിപ്പോയി. അപ്പം അവന് ഭയങ്കര ഇറിറ്റേഷനും കാര്യങ്ങളും. അപ്പം നമുക്ക് വേണ്ട, കഴിഞ്ഞു. ഇനിയൊരു റീ ഓപ്പറേഷൻ വേണം, എന്തിനാണ് നിൽക്കുന്നതല്ലയോ, ഓ വേണ്ട. ഇതായി നെഗറ്റീവ് കമൻറ്റ് പറയുന്നവരോട് എന്താണ് പറയുന്നത്? എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും പറയാനില്ല മുത്തേ. കാരണം അത് അവരുടെ മൈൻഡല്ല, അത് അവർ പറഞ്ഞോട്ടെ. പക്ഷെ അവർ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിൽ വിചാരിക്കുകയോ ഒന്നും ചെയ്യാറില്ല. പിന്നെ എൻ്റെ ചില ലാംഗ്വേജ്, ഭാഷ, അതൊക്കെയാണ് പ്രശ്നം. ഞാൻ കൊളക്കട്ട, കരിയാപ്പില എന്നൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നതാണ്. ഞാൻ Q&Aയിൽ ഒരുപാട് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഈ ഷോർട്സ് കണ്ടിട്ടാണ് കൂടുതലും നമുക്ക് കമൻറ്റ് പറയുന്നത്. അത് നിങ്ങളൊരു ലോങ് വീഡിയോ കണ്ടു നോക്കിയാൽ മനസ്സിലാവാവുന്നേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയും, ഞങ്ങളുടെ പുനലൂരാണ് സ്ഥലം, തൊട്ടപ്പുറത്ത് തെങ്കാശിയാണ്, തമിഴ്നാടിനോട് ഒട്ടിക്കിടക്കുന്ന സ്ഥലമാണ്. ഈ പുനലൂർ എന്ന് പറയാൻ കാരണം പുന, വെള്ളം എന്ന് തമിഴിലൊരു അർത്ഥമുണ്ട്. അപ്പോൾ വെള്ളമുള്ള നാട്, തമിഴ്നാട്ടിൽ നിന്ന് തൊട്ടിപ്പുറത്തോട്ട് വരുമ്പോൾ 6 കല്ലടയാറുള്ള നാടാണ്. അങ്ങനെ പണ്ട് പേര് വന്നതാണെന്നൊരു പറയാറുണ്ട് പുനലൂർ. അപ്പോൾ ഭാഷ, അണ്ണ എന്നൊക്കെ വിളിക്കുന്നതൊക്കെ തമിഴ്നാടിനോട് ചേർന്ന് നടക്കുന്നതുകൊണ്ട് നമ്മുടെ നാട്ടിലൊരു പുത്തിരിയല്ല. പക്ഷെ അത് അന്യ ജില്ലയിലുള്ള ആൾക്കാർക്ക് കേൾക്കുമ്പോൾ എന്തോ പോലെ തോന്നാറുണ്ട്. അത് നമ്മുടെ നാട്ടിൽ ആർക്കും ഒന്നും തോന്നില്ല, കാരണം അതങ്ങനെയാണ് സംസാര ശൈലി. അതൊക്കെ കേട്ടിട്ട് കമൻറ്റ് പറയുന്നതായിരിക്കും. എനിക്കൊന്നുമില്ലടാ, കാരണം അതൊക്കെ ഓരോരുത്തരുടെ മൈൻഡ്. ഇത്ത ലവ് യുവർ ഫാമിലി. എനിക്ക് ഒരു മകനുണ്ട്, 7 വയസ്സുണ്ട് അവന്. പുന്നൂസിനെയും മോനുകുട്ടനെയും ഭയങ്കര ഇഷ്ടമാണ്. അവന് വേണ്ടി ഒരു ഹായ് പറയുമോ? അവൻ്റെ നെയിം അബ്ദുൾ റഹ്മാൻ എന്നാണ്. ലവ് യു ഫാമിലി. അബ്ദുൾ റഹ്മാനെ പൊന്നേ, ഹായ് മുത്തേ ചക്കരേ. അവിടെ കിങ്ങിണിപ്പൂച്ച കിടപ്പുണ്ട്. കിങ്ങിണിപ്പൂച്ച ഇടയ്ക്ക് ശബ്ദം ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കുന്നതാണ്. പിന്നെ നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? ഞങ്ങളുടെ സ്ഥലം കൊല്ലം ജില്ലയിലെ പുനലൂർ എന്ന് പറയുന്ന സിറ്റിയിൽ കാരിയറ എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ അണ്ണൻ ഇനി ഗൾഫിൽ പോകും, നല്ലൊരു വിസ കാര്യങ്ങളൊക്കെ വന്ന് നമ്മളെ പാലുകാച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങളെയൊക്കെ ആക്കിയിട്ട് പോകണമെന്നൊരാഗ്രഹമുണ്ട്. പിന്നെ കൂടെ ഇരിക്കാറുണ്ടോയെന്ന് ചോദിച്ചു. ഈ മനുഷ്യൻ എപ്പോഴും എൻ്റെ കൂടെ ഇരിക്കുന്നത് എനിക്കറിയത്തില്ല. തെള്ളി മാറ്റാറാണ് പലപ്പോഴും. അതിനൊക്കെ കുഴപ്പമില്ല കേട്ടോ. ഹായ് ദീദി. ഹായ്. GNM നേഴ്സാണോ? ഒരുപാട് കാലം വർക്ക് ചെയ്തു. പൊന്നൂസും മോണ്ടനും ഇപ്പോൾ മദ്രസയിൽ പോകാറില്ലേ? അപ്പോൾ ഒരുപാട് കാലമൊന്നും വർക്ക് ചെയ്തിട്ടില്ല. നമ്മൾ പഠിച്ചിറങ്ങി എനിക്ക് 21ാമത്തെ വയസ്സിലാണ് കല്യാണം. അപ്പോൾ ആ കല്യാണത്തിൻ്റെ ഒരു ഞായറാഴ്ച കല്യാണമാണെങ്കിൽ വ്യാഴാഴ്ച വരെ ഡ്യൂട്ടിക്ക് പോയി. 1.5 വർഷം തികച്ചൊന്നും ജോലി ചെയ്തിട്ടില്ല. പിന്നെ പൊന്നൂസും മോണ്ടനും മദ്രസയിൽ പോകാറില്ലേ എന്നുള്ളൊരു പ്രധാന പ്രശ്നം എപ്പോഴും കമൻറ്റ് വരാറുണ്ട്. കുഞ്ഞുങ്ങൾ മദ്രസയിൽ പോകാറില്ലേ? കുഞ്ഞുങ്ങൾ മദ്രസയിൽ പൊക്കോണ്ടിരിക്കുമായിരുന്നു. ഞാനിത് കമൻറ്റിന് കുറേ പേർക്കൊക്കെ നല്ല രീതിയിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ഇൻഷാ അല്ലാ എല്ലാം നല്ലതായി നടക്കുമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എത്രയെന്ന് പറഞ്ഞാൽ നമ്മൾ റിപ്ലൈ കൊടുക്കും അല്ലേ? അപ്പോൾ എല്ലാവരോടും കൂടി പറയാം, പൊന്നൂസും മോണ്ടനും മദ്രസയിൽ പൊക്കോണ്ടിരുന്ന വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ മദ്രസയിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ ശനി ഞായറും ദിവസങ്ങളിൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് മദ്രസയിൽ വിടാൻ പറ്റുമായിരുന്നു. കാരണം നമ്മുടെ ഇവിടെ ഞങ്ങൾ ടൗണിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ടൗണിൽ 2 പള്ളിയുണ്ട്. ഈ 2 പള്ളിയിലും മദ്രസ പഠിപ്പിക്കുന്ന പള്ളി അല്ലാതെ 3 പള്ളിയുണ്ട്. അപ്പം മദ്രസയിൽ പഠിപ്പിക്കുന്ന പള്ളി 2 എണ്ണം ഉണ്ട്. അവിടെ ഷാഫി ആണ് പഠിപ്പിക്കുന്നത്. നമുക്ക് ഷാഫി ഹനഫി എന്നുണ്ടല്ലോ മുസ്ലിമിൽ. അപ്പം ഞങ്ങൾ ഹനഫീസാണ്. അപ്പോൾ ഷാഫീസിൻ്റെ നിസ്കാരക്രമമൊക്കെ ചെറിയ വ്യത്യാസം. അപ്പോൾ അതാണ് അവിടെ പഠിപ്പിക്കുന്നത്. അപ്പം ഷാഫി പള്ളിയാണ്, ഷാഫി കാര്യങ്ങളും ഖുറാനൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ പള്ളി ഹനഫിയാണ്. അപ്പം നമുക്ക് നമ്മുടെ പള്ളിയിൽ തന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ശനി ഞായറും അണ്ണൻ ഇവിടുന്ന് നമ്മുടെ കാരിയറയിലോട്ട് ഒരു 5 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടുപോയി മദ്രസ കയറ്റി 2 മണിക്കൂർ പഠിപ്പിച്ചിട്ട് അണ്ണൻ അവിടെ വെളിയിൽ നമ്മുടെ പുതിയ വീട്ടിലൊക്കെ വെയിറ്റ് ചെയ്തിരിക്കും. അങ്ങനെയാണ് ശനി ഞായറും ഞങ്ങൾ പള്ളി വിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ഉസ്താദ് തന്നെ പറഞ്ഞു, നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടി ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് പഠിപ്പിക്കണ്ട. അതുമല്ല, ഈ തിങ്കൾ മുതൽ വെള്ളി വരെ പഠിപ്പിച്ചതിൻ്റെ ബാലൻസ് ആണ് ഈ ശനി ഞായറും പഠിപ്പിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ ഒരു കാര്യം അവരെ തൽക്കാലം വീട്ടിലിരുത്തി പഠിപ്പിക്കുക. സാധാരണ അറബി വായിക്കാനും എഴുതാനൊക്കെ
അത്യാവശ്യം അറിയാം. എനിക്കാണ് തീരെ മറന്നുപോയത്. അപ്പോൾ അണ്ണൻ അറിയാം. അപ്പോൾ അണ്ണൻ ഇവിടെ ബോർഡ് തൂക്കിയിട്ടിട്ട് പിന്നെ ക്ലോക്കിൻ്റെ ആണിയിൽ ബോർഡ് തൂക്കിയിട്ടിട്ട് പഠിപ്പിക്കും. അപ്പോൾ അണ്ണൻ പറഞ്ഞു അണ്ണൻ എഴുതിയൊക്കെ പഠിപ്പിക്കും. അപ്പോൾ അത്യാവശ്യം അങ്ങനെ പഠിപ്പിച്ചിട്ട് നിങ്ങൾ പാല് കാച്ച് കഴിഞ്ഞ് ഇങ്ങ് വരുമ്പോൾ ഞാൻ അവരെ എഴുതി നോക്കിപ്പിക്കാം. ഉസ്താദ് പറഞ്ഞു ഞാൻ അവരെ എഴുതിപ്പിച്ച് നോക്കിപ്പിക്കുമ്പം നല്ലപോലെ എഴുതുന്ന ആളെ ഏത് ക്ലാസ്സിൽ ഇരുത്തണമെന്ന് ഞാൻ പൊന്നൂസിനെ ഏത് ക്ലാസ്സിൽ ഇരുത്തണമെന്ന് ഉസ്താദ് തീരുമാനിക്കും. മോനൂട്ടനെ ഏത് ക്ലാസ്സിൽ ഇരുത്തണമെന്ന് ആ എഴുതുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉസ്താദ് തീരുമാനിച്ചിട്ട് ക്ലാസ് മാറ്റി കൊടുക്കാം. ആദ്യം തൊട്ട് അര തൊട്ട് ഇരുത്തണ്ട എന്നുള്ള പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇതിലാണ് നമ്മളിപ്പോൾ തൽക്കാലം വിടാതെ അണ്ണൻ പഠിപ്പിക്കുന്നത്. പുസ്തകം വേണ്ട കായികകളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ കാണിക്കാൻ എണീറ്റ് പോകണം. അത് നോക്കി അണ്ണൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് തൽക്കാലം. അല്ലാതെ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് ഡാൻസ് മാത്രം പഠിപ്പിക്കുക എന്നുള്ളൊരു കമൻറ്റ് വന്നു. അങ്ങനൊന്നും അല്ല. ഞങ്ങൾ വളർന്ന പോലെ തന്നെ അവരെയും വളർത്തണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇപ്പം തൽക്കാലം ഞങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കൊണ്ടാണ് ഇങ്ങനെ ഉസ്താദ് ഇങ്ങോട്ട് പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളത് അനുസരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഉടനെ നമ്മൾ പാലയാച്ച് മാറി വിടണം. നിങ്ങളുടെ ലവ് സ്റ്റോറി പറയാമോ? അയ്യോ എൻ്റെ പുന്നേ, അത് ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊക്കെ പറയാൻ തുടങ്ങി ഇന്നും നാളെയൊന്നും തീരുന്നില്ല. റിയൽ ലൈഫ് ആൻഡ് റിയൽ ലൈഫിൽ തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ക്യാമറ ഓൺ ആക്കിയിട്ട് ചിലപ്പോൾ ചിരിച്ച് സംസാരിക്കുകയും ചിരിച്ചൊരു പാട്ട് വീഡിയോ എടുക്കുമ്പോൾ അത് ഓഫാക്കി കഴിഞ്ഞ് അത്രയും ചിരിയും കളിയൊന്നും കാണണമെന്നില്ല പല ആൾക്കാരുടെയും ജീവിതത്തിൽ. നമ്മളിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ആൾക്കാരുടെ പ്രോബ്ലംസ് ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. റിയൽ ലൈഫും റിയൽ ലൈഫിലും ഒക്കെ കുറച്ച് വ്യത്യാസങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഇപ്പം എല്ലാവർക്കും ഉണ്ട്, അത് സത്യമാണ്. പിന്നെ ഇപ്പം ഷാദാൻ്റെ കാര്യം പറയുകയാണെങ്കിലും കുറച്ച് അധികം വ്യത്യാസമുണ്ട്. വീട്ടിലാണെങ്കിൽ എനിക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ എന്തോ ഒരു വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ അണ്ണൻ ഇങ്ങനെ വന്നപ്പോൾ ക്യാമറ ഓണല്ല, അണ്ണൻ ഇങ്ങനെ കളിച്ചുകൊണ്ട് വന്നിട്ട് എന്നെ ഇങ്ങനെ പിടിക്കുന്ന ഞാൻ തെള്ളി മാറ്റുന്നത്. അപ്പോൾ റിയൽ ലൈഫിൽ അണ്ണൻ അതാണ്. പക്ഷെ ക്യാമറ ഓൺ ആക്കിയാൽ അതാണ് ഇങ്ങനെ ഒരു ഗെറ്റപ്പ് വരും. അപ്പം ഞാൻ പറഞ്ഞു അണ്ണൻ നാച്ചുറലായിട്ട് ഇരിക്കുക. ക്യാമറ വന്നാൽ അണ്ണന് കുറച്ച് മസിൽ പിടുത്തമൊക്കെ. പക്ഷെ അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒളി ക്യാമറ വെക്കണം. ഇവിടെ കിടന്ന് കാണിക്കുന്ന കാര്യങ്ങൾ മോനൂട്ടനെ മുന്നിസിനെ കൂടെ എന്തുവാ ഞാൻ പറയാം വയറും വെച്ചോണ്ട് എന്തുവാ മനുഷ്യ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. വീട്ടിൽ വേറൊരു ഇതാണ്, ക്യാമറ ഓൺ ആകുമ്പോൾ കുറച്ച് മസിൽ പിടുത്തവും കുറച്ച് സീരിയസ് ഒക്കെ ആവുകയാണേ. അപ്പോൾ അത് തമ്മിൽ കുറച്ച് വ്യത്യാസം ഉണ്ടടാ. 1 മില്യൺ ആയപ്പോൾ സ്വഭാവത്തിൽ മാറ്റം വന്നു. പണ്ടത്തെ മുത്തുമണീസ് തന്നെ മതിയെന്ന്. ഒരിക്കലും ഞാൻ മാറിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വണ്ണം വെച്ചോ അതെനിക്കറിയത്തില്ലടാ. ഞാൻ ഞാൻ അന്നും ഇന്ന് ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ ഈ ഏതോ ഒരു വീഡിയോ ഇട്ടോ പറഞ്ഞത് 2000 സബ്സ്ക്രൈബർ ആയപ്പോൾ തൊട്ട് ഞാൻ സാലിയുടെ കൂടെ വീഡിയോ കാണുന്നുണ്ടെന്ന്. ആ ടൈമിലുള്ള ആൾക്കാർക്കറിയാം ഞാൻ അന്നും ഇന്നും ഒരേതാണ്. ചിലപ്പോൾ കാഴ്ചപ്പാടിൻ്റെ ഇത്താക്കി 1 മില്യൺ അടിച്ചു, ഇത്താക്കി വെച്ചിട്ട് ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇത്താടെ ഡ്രസ്സിങ് സെൻസിലൊക്കെ കുറച്ച് വ്യത്യാസം വന്നു. നമ്മളിപ്പം ഒരു സ്ഥലത്ത് അന്ന് ലക്ഷദ്വീപിൽ പോയപ്പോൾ ഞാൻ ജീൻസ് ഇട്ടപ്പോഴത്തേക്ക് പ്രശ്നങ്ങളായിരുന്നു. ഡ്രസ്സ് കൊള്ളത്തില്ല, ചേരത്തില്ല. പക്ഷേ നിങ്ങൾക്ക് എൻ്റെ പണ്ടത്തെ ഫോട്ടോസ് വേണമെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. ഞാൻ ട്രാവൽ ആൻഡ് ടൂറിസം ഒക്കെ പഠിക്കാൻ പോയപ്പോഴേക്കും തന്നെ ഇത്രയുള്ള പാവാടയൊക്കെ ആയിരുന്നു അവിടുത്തെ യൂണിഫോം. അപ്പം പണ്ട് തൊട്ടേ ഞാൻ ജീൻസും ഇതൊക്കെ ഇടുന്ന ആളാണ്. പിന്നെ എനിക്കിപ്പോൾ കുറച്ച് വണ്ണം വെച്ചപ്പോഴാണ് പ്രശ്നം. എനിക്ക് ഇടാൻ ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ അവിടെ പെട്ടിയിൽ ഇരിപ്പുണ്ട്. ഇനി വണ്ണം എന്നും കുറഞ്ഞിട്ട് അതൊക്കെ പൊടി തട്ട് അണ്ണൻ പറയുന്നത് ആർക്കെല്ലാം എടുത്ത് കൊടുക്കുക അതൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ പറയാം എന്നെ വണ്ണം കുറയുമ്പോൾ ഇടാമല്ലോ എന്നുള്ളൊരു മൈൻഡിൽ വെച്ചേക്കുവാണ്. എനിക്കറിയത്തില്ല കുറയുമെന്ന്. പക്ഷേ ഞാൻ അന്നേ ഇടുന്ന ആളാണ്. ഇപ്പം വണ്ണം വെച്ചപ്പോഴാണ് എപ്പോഴും ചുരിദാറൊക്കെ ആക്കിയതൊക്കെ. അപ്പം പണ്ട് തൊട്ടേ ആ ഡ്രസ്സൊക്കെ അത് ധരിക്കുന്നതാണ്. അല്ലാതെ നമുക്ക് സബ് കൂടുന്നതിനനുസരിച്ച് മാറുന്നില്ല. ഇടയ്ക്കൊരു ആഗ്രഹം തോന്നുമ്പോൾ പൊടി തട്ടിയെടുത്ത് ഇടുന്നതേ ഉള്ളൂ. എനിക്ക് മാറ്റമൊന്നും വന്നിട്ടില്ലടാ, ഒരു മാറ്റവും ഇല്ല. അന്ന് ഇതൊക്കെ തന്നെ. ചേച്ചി ഡാൻസ് വീഡിയോ വേണം, കാണാൻ നല്ല രസമുണ്ട്, ട്രെൻഡിങ് വീഡിയോസ്. പൊന്നൂസിൻ്റെ ഇടാം. ജസ്റ്റിന ഭർത്താവിൻ്റെ ജോലി എന്താണ്? ഭർത്താവിൻ്റെ കുടുംബമായി നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ഇല്ലേ? എവിടെ പോകുന്നതൊന്നും കാണാറില്ല. ആരൊക്കെയുണ്ട് ഭർത്താവിന്? അറിയാത്തത് കൊണ്ട് ചോദിച്ചാൽ ഒന്നും തോന്നില്ല. എന്തിനാ മുത്തേ ഒന്നും തോന്നുന്നത്? എന്തെങ്കിലും തോന്നുന്നത്? എനിക്കൊന്നും തോന്നാറില്ല. ഇപ്പം ഈ പറഞ്ഞതുപോലെ ഞാൻ മിക്ക ഷോർട്സിലും കഴിഞ്ഞ ഷോർട്സിലും ഇട്ടായിരുന്നു അണ്ണൻ്റെ അമ്മായിട്ടൊക്കെ ഗ്യാസ് വാങ്ങാൻ പോകുന്നതൊക്കെ. അപ്പോൾ അവിടെ അവർ കുടുംബത്താണ്. പിന്നെ അത്തായൊക്കെ കാണിക്കാത്തതെന്ന് വെച്ചാൽ അത്തായ്ക്കൊന്നും ഫ്രീ ഇല്ല. അണ്ണൻ്റെ അത്ത ഒന്നും ഫ്രീ അല്ല. കാരണം രാവിലെ സുബഹിക്ക് കട തുറക്കാൻ പോകുന്നതാണ്. ഞാൻ കാണിച്ചില്ലേ കട തുറക്കാൻ പോകുന്നതാണ്. രാത്രി 9 മണിക്കാണ് അത്ത വീട്ടിൽ വരുന്നത്. പിന്നെ അത്ത വീഡിയോയിൽ സംസാരിക്കത്തില്ല. അമ്മ പിന്നെയും സംസാരിക്കും അണ്ണൻ്റെ. ഞാൻ അമ്മ തേങ്ങാച്ചോറൊക്കെ വെച്ച വീഡിയോയിൽ അമ്മയെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം പെങ്ങളുടെ വീട്ടിൽ പോയപ്പോൾ ഒക്കെ വീഡിയോ എടുത്തില്ല. അത് അമ്മയ്ക്ക് വീഡിയോയിലൊക്കെ നിൽക്കാൻ അണ്ണൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്.
സംസാരിക്കാനൊന്നും ഒരു മടിയില്ല. അങ്ങനെയൊക്കെ. പിന്നെ അവർക്ക് അത്തായി കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. അമ്മായി കിട്ടുമ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുക്കാറുണ്ട്, ഇടാറുണ്ട്. ഒന്നും കുഴപ്പമില്ല, ഒരു പ്രശ്നവും ഇല്ലടാ. സൗമ്യയെ കാണിച്ചില്ലേ ഒരു വീഡിയോയിൽ, ആദിക്കാട്ട് കുളങ്ങരയിൽ ഉള്ളത്. അത് സാലിഹയുടെ ആരാണ്? സൗമ്യ എൻ്റെ സീനിയർ ആയിരുന്നു. സൗമ്യ എൻ്റെ അക്ക ആണ്. എൻ്റെ അമ്മ ഉണ്ടല്ലേ, അമ്മയുടെ ചേട്ടൻ്റെ മകളാണ്, മാമാടെ മോളാണ്, അക്ക ആണ് കേട്ടോ. പിന്നെ ഹലോ, നിങ്ങളുടെ വീഡിയോസ് ഇൻസ്റ്റയിൽ കണ്ടാണ് ഞാൻ യൂട്യൂബിൽ വന്നത്. പൊന്നൂസിനെയും മോനുകുട്ടനെയും കുട്ടനും ഒരു കുഞ്ഞുവാവ വേണ്ടേ? വേണ്ട, നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്? ഇല്ല, കുഞ്ഞുവാവ കാര്യം ഉണ്ടല്ലോ, എനിക്ക് വയ്യ. ഞാനൊരു ദിവസം നിങ്ങളെ പേഴ്സണലായിട്ട് വീഡിയോ എടുത്ത് കാണിക്കാം. കാരണം മോനുകുട്ടനടുത്ത് ചുമ്മാ ഞാനിങ്ങനെ പറഞ്ഞിട്ട് അവൻ വിഷമിക്കുന്നത് കാണിക്കാൻ ഞാൻ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതെന്തത്തോളം പ്രശ്നമാണ് എന്നുള്ളത്. സാലിഹയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, അണ്ണൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ സ്ഥിരമായി നിങ്ങളെ വീഡിയോ കാണാറുണ്ട്, പക്ഷേ അത് മനസ്സിലായില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. എൻ്റെ അത്തായും എൻ്റെ അനിയനും ദുബായിലാണ്. എനിക്കൊരാങ്ങളയാണ്. പിന്നെ അണ്ണൻ്റെ വീട്ടിൽ അണ്ണൻ്റെ അമ്മ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അണ്ണന് ഒരു പെങ്ങളാണ്, അതിനെ കല്യാണം കഴിച്ച് ഇടമണ്ണ്. അവർക്ക് 2 മക്കളുണ്ട്. അപ്പോൾ അവിടെ ഒരു കടയുണ്ട്, പലചരക്കട. അവിടെ അണ്ണൻ്റെ അത്ത കടയൊക്കെ നോക്കുവാണ്. അതുകൊണ്ട് അത്തായ്ക്ക് ഫ്രീ ഇല്ല, ആഴ്ച ഒരു വട്ടമൊക്കെ കുടുംബത്തോട്ട് വരും. അപ്പോൾ അണ്ണനും ഒരു പെങ്ങളാണ്, എനിക്കും ഒരാങ്ങളയാണ്. ഞങ്ങൾ ഇവിടെയും 2 മക്കളാണ്. എത്രാം ക്ലാസ്സിലാണ് ലവ് ചെയ്തത്? പ്ലീസ് റിപ്ലൈ. ഇത്ത ഞാൻ കുറേ കാത്തിരുന്നതാണ്, പ്ലീസ് റിപ്ലൈ. ഷഹന, ഞാൻ ഒരു 8ാം ക്ലാസ്സിലും അണ്ണൻ ഒരു 10ാം ക്ലാസ്സിലും പഠിക്കുമ്പോഴാണ് ഞങ്ങൾ തമ്മിൽ ഇഷ്ടമായത്. അതിനുമുമ്പേ അറിയാം, അടുത്തടുത്ത വീടുകളാണ്. പക്ഷെ എന്തോ ഇഷ്ടമൊന്നും തോന്നിയില്ല. അണ്ണൻ എന്നോട് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കും അങ്ങോട്ട് അങ്ങനെയുള്ളൊരു മൈൻഡൊക്കെ വന്ന്. പിന്നെ ഇടയ്ക്ക് ഓരോ പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ ഒരു സ്പാർക്ക് വീണു. ആ വീണതാണ് ഞാൻ ഇപ്പോഴും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അണ്ണൻ്റെ അടുത്ത് കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ അണ്ണൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വഴക്ക് കൂടാറുണ്ടോ? വഴക്ക് കൂടിയാൽ ആര് ആദ്യം വന്ന് മിണ്ടുക? ആദ്യത്തെ ജീവിതവും ഇപ്പോഴത്തെ ജീവിതവും തമ്മിലുള്ള മാറ്റം. അപ്പം നിങ്ങൾക്ക് ഇതിനുള്ള മറുപടി ഞാനിപ്പം തന്നെ പറയാം. ഞങ്ങൾ വഴക്ക് കൂടാറുണ്ടോ എന്ന ക്വസ്റ്റ്യന് നമുക്കൊരു ആൻസർ വേണ്ടേ? അപ്പോൾ അത് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് അണ്ണൻ പറയുന്നതായിരിക്കും. നമുക്ക് അണ്ണനെ ഒന്ന് വിളിച്ചു കിട്ടണം. ഇത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നേരെ വിളക്കും. കിട്ടണമെന്നില്ല, കാരണം അണ്ണൻ ഇപ്പം നമ്മുടെ വീട് പണിയുന്നിടത്ത് പോയേക്കാണ്. അവിടെ റേഞ്ചിൻ്റെ പ്രശ്നമുണ്ട്. കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഉറക്കം എണീറ്റെന്നറിയാൻ വിളിച്ചായിരുന്നു. എടുക്കണ്ണേ. ഹലോ, എടി മുത്തേ, നമ്മൾ തമ്മിൽ വഴക്കുണ്ടാവാറുണ്ടോ? ക്വസ്റ്റ്യൻ, Q&Aയിലെ ക്വസ്റ്റ്യൻ, നമ്മൾ തമ്മിൽ വഴക്കുണ്ടാവാറുണ്ടോ? അതിന് എനിക്കൊരു ഉത്തരം പറഞ്ഞ. പിന്നെ ആദ്യത്തെ ജീവിതവും ഇപ്പോഴത്തെ ജീവിതവും തമ്മിൽ അണ്ണന് തോന്നുന്നൊരു മാറ്റം എന്തുവാ? എനിക്ക് ഇച്ചിരി പക്വത വന്നു, അതായത് മാറ്റം. അണ്ണന്റെ അല്ല, നമ്മൾ പണ്ട് പ്രേമിച്ച് നടന്നപ്പോൾ ഉള്ളൊരു ജീവിതവും കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ജീവിതവും തമ്മിലുള്ള ഒരു മാറ്റം എന്തുവാ, വ്യത്യാസം? പിന്നെ ഒരുപാട് മാറ്റമില്ല. അത് അന്ന് പ്രണയിച്ച് നടന്ന കാലം വേറെ, ഇപ്പൊ ജീവിതമില്ല. അതിൻ്റെതായ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാവുമല്ലോ, സ്വാഭാവികം, എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്നതല്ലേ. അണ്ണേ ഇങ്ങനൊക്കെ പറയാൻ വളർന്നോ? വരുന്നില്ലേ? വീഡിയോ എടുക്കുവാണോ? ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുക. വരുന്നില്ലേ? ഞാൻ വരാണ്ടപ്പോ ചോറുണ്ണം കഴിക്കാറട്ടെ. ഓക്കെ, 1 മണിയാവാൻ പോകുന്നു, പെട്ടെന്ന് വാ. ശരി. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. പെട്ടെന്ന് നീ റെഡി ആയിരിക്കുവാണോ? ഞാൻ ഒരുങ്ങിയിരിക്കും. എവിടെ? പറയാം. ശരി എന്നാ, ഞാൻ കുറച്ച് വരാം. ഓക്കെ. അപ്പം മുത്തോണി, അത് നിങ്ങളിനി കേൾക്കണ്ടെന്ന് പറയാനിടാ. അപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പ്രേമിച്ച് നടന്നപ്പോൾ ലോകത്ത് ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളായിരുന്നു ആ ലോകത്ത്. ഇപ്പം നമുക്ക് അവരുടെ ഫാമിലിയുണ്ട്, നമ്മുടെ ഫാമിലിയുണ്ട്, നമ്മുടെ മക്കളുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ജീവിതത്തിൽ. ചുമ്മാ കളിച്ചും ചിരിച്ചും അങ്ങനെ
ഫുഡ് കഴിച്ച് നടന്നാൽ പോരല്ലോ, നാളെ നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് വെക്കണം, അവർക്കെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, അവർക്കെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതൊക്കെ ചെയ്യുന്നുണ്ട് അവർക്കെന്ന് പറഞ്ഞ്. ഞങ്ങൾക്ക് കിട്ടാത്തതെല്ലാം അവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. എങ്കിലേ അവർക്ക് അതിൻ്റെ വില മനസ്സിലാവും. എൻ്റെ അത്തച്ചിക്കും അമ്മച്ചിക്കും കിട്ടിയിട്ടില്ല, ഇത് ഞങ്ങൾക്ക് അവർ തരുന്നുണ്ടെന്ന്. എന്നും രാത്രി കിടക്കുമ്പോൾ പല പല കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ പണ്ടത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, ഞങ്ങൾ പ്രണയിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം പ്രണയിച്ചതെന്ന് പറഞ്ഞാൽ പൊന്നുസ് മോണ്ടൻ പറയണ്ട, അത്താടെ അമ്മാടെയും പ്രണയിച്ച കഥ പറയാന്ന് പറയും. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കൊരു നാണക്കേടോ വൃത്തികേടോ തോന്നില്ല. കാരണം അന്നത്തെ കാലത്തെ പ്രണയം എന്ന് പറഞ്ഞാൽ അതിനൊരു സത്യം ഉണ്ടായിരുന്നു. അത് കണ്ണുകളിലൂടെയുള്ള പ്രണയമായിരുന്നു. ഇന്നത്തെ പോലെ ഫോൺ വിളി, ചാറ്റിങ്, ഫോട്ടോ അയച്ചു കൊടുപ്പ്, അങ്ങനത്തെ കാര്യങ്ങളില്ലല്ലോ. ആ പ്രണയം കേൾക്കാനും ഒരു രസമാണ്, ഒരു ഇതാണ്. പിന്നെ നമ്മൾ മക്കളടുത്തെല്ലാം ഷെയർ ചെയ്യുന്ന വെച്ചാൽ നാളെ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മുടെ ഒരു പറയണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പറ്റുന്ന പോലെ എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞങ്ങൾ തമ്മിൽ പ്രേമിച്ച കാലത്ത് വഴക്കുണ്ടായതുപോലെ കല്യാണം കഴിഞ്ഞ് വലിയ വഴക്കില്ലെന്ന് തോന്നുന്നു. പ്രേമിച്ചപ്പോൾ ഒക്കെ ഭയങ്കര വഴക്കായിരുന്നു. സാധാരണ എനിക്ക് നമ്മളിപ്പോൾ +2 ഒക്കെ കഴിഞ്ഞ സമയത്ത് എൻ്റെ അത്താക്കൊരു നോക്കിയ ഫോൺ ഉണ്ടായിരുന്നു. അതുവരെ നമുക്ക് സാധാ ലാൽ ഫോണായിരുന്നു. അപ്പം ഈ നോക്കിയ ഫോണിൽ അണ്ണൻ്റെ വീട്ടിലെ ലാൽ ഫോണിൽ നിന്ന് അയ്യോ ഇതൊക്കെ പറയാമോ, അണ്ണന് ക്രിക്കറ്റ് ഇടും. സാധാരണ പതിവില്ലാതെ വീട്ടിൽ കയറി വന്നിട്ട് സന്ധ്യയ്ക്ക് ക്രിക്കറ്റ് ഇടുമ്പോൾ അമ്മയ്ക്ക് അങ്ങ് ദേഷ്യം വരും, ഇറിറ്റേഷൻ. സാധാരണ അമ്മയ്ക്ക് സീരിയൽ ഇടറാന്ന് പറഞ്ഞ്. അപ്പോൾ അണ്ണൻ പറയും അപ്പുറത്തെ വീട്ടിൽ പോയി കാണാൻ. അപ്പോൾ അപ്പുറത്ത് അണ്ണൻ്റെ തൊട്ട് അത്താടെ അനിയൻ്റെ വീടാണ്. അപ്പം അവിടെ പോയി അവിടുത്തെ മാമിയായിട്ട് അമ്മ ഇരുന്ന് കാണുമ്പോൾ അണ്ണൻ പെട്ടെന്ന് ക്രിക്കറ്റ് വയ്ക്കുമ്പോൾ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അന്നേരം അണ്ണൻ ലാൽ ഫോണിൽ നിന്ന് അത്താടെ ഫോണിൽ മിസ് കോൾ അടിക്കും. അപ്പോൾ ഫോണിൽ നിന്ന് ഞാൻ തിരിച്ചു മിസ് കോൾ അടിച്ചാൽ മാത്രം അണ്ണൻ വിളിക്കും, സംസാരിക്കും. അപ്പോൾ എനിക്ക് ചിരി വരുന്നു. അപ്പോൾ ആ സമയത്ത് അണ്ണൻ മിസ് കോൾ അടിച്ചിട്ട് ഞാൻ കുറേ സമയം എനിക്ക് ആ സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ തിരിച്ചു മിസ് കോൾ അടിക്കും. അപ്പം ചിലപ്പോൾ അണ്ണൻ ഒരു 5 മിനിറ്റ് അങ്ങനെ വൈകും. ചിലപ്പോൾ അടുക്കള വെള്ളം കുടിക്കാൻ വരുമ്പോഴേക്കും ഓടി വന്ന് വിളിക്കുമ്പോൾ ഞാൻ പിന്നെ കെറിച്ചെടുക്കത്തില്ല. എന്തുകൊണ്ട് അന്നേരം വിളിച്ചില്ല എന്നുള്ളൊരു മൈൻഡാണ്. പക്ഷെ ഞാൻ ഇപ്പം ആലോചിക്കും ഞാൻ എന്തിനൊക്കെ വഴക്കിട്ടെന്ന് എനിക്കറിയത്തില്ല. അത്രയും കൊച്ചു കാര്യങ്ങൾക്ക് ഞാൻ വഴക്കിടുമായിരുന്നു, പിണങ്ങുമായിരുന്നു. പിന്നെ അണ്ണൻ വിളിച്ചാൽ ഞാൻ അങ്ങനെ എടുക്കത്തില്ല, മൈൻഡ് ചെയ്യത്തില്ല. മിസ് കോൾ അടിച്ചാലും ഞാൻ തിരിച്ചടിക്കാൻ നിൽക്കത്തില്ല. 2-3 ദിവസം അങ്ങനെ ചെയ്യും. പിന്നെ അണ്ണൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ എന്നെ ഇങ്ങനെ നോക്കി ഇങ്ങനെയൊക്കെ കാണിക്കും. കണ്ണുകൊണ്ട് ഇങ്ങനെ ഒരേ ബസ്സിൽ കയറും, ഒരേ ജീപ്പിൽ കയറും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും. അങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു വിഷമം. പിന്നെയാണ് മിസ് കോൾ അയക്കുന്നത്. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ എന്തൊക്കെ കാര്യത്തിന് പിണങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് ആലോചിക്കുമ്പോൾ ഇപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് അയ്യീന്നാക്കാൻ തോന്നുന്നു, വിഷമം തോന്നുന്നുണ്ട്. അത്രയൊന്നും ഇപ്പം ഇല്ല കേട്ടോ. ഇപ്പം പൊന്നുസും മോണ്ടനും ഇടയിലുണ്ട്. ഇപ്പം അത്രയൊന്നും ഇല്ല. എനിക്കറിയത്തില്ല എന്തുവാ ഞാൻ എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് എനിക്കറിയത്തില്ല. ഹെയറിൽ എന്താണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്? എനിക്കൊന്നുമില്ല, പൊഴിഞ്ഞ് മൊത്തം തീർന്ന് ഞാൻ മൊട്ടച്ചിയാണ്. ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഫാമിലിയെ പറ്റി എല്ലാം അങ്ങ് പറഞ്ഞോളൂ. ഫാമിലിയെ പറ്റി എനിക്ക് അത്ത ഉണ്ട്, അമ്മ ഉണ്ട്, ആങ്ങളയുണ്ട്. എൻ്റെ ആങ്ങള ഗൾഫിലാണ്, ഇന്നലെ വിളിച്ചായിരുന്നു. ഇപ്പം സന്തോഷമായിട്ടിരിക്കുന്നു. അവന് ഞങ്ങളെ പെട്ടെന്ന് പാല് കാച്ചണമെന്നാണ് ആഗ്രഹം. പാല് കാച്ചുമ്പോൾ അവന് 10 ദിവസത്തെ ലീവിന് വരാമെന്നുള്ളൊരാഗ്രഹത്തിൽ എൻ്റെ അത്തായും അനിയനും ഒക്കെ ഇങ്ങനെ നിൽക്കുവാണ്. എല്ലാവരും എൻ്റെ അമ്മ ഒരു മന്ദബുദ്ധിയാണ്. അമ്മയ്ക്ക് ഇപ്പം എന്തെങ്കിലും പറഞ്ഞാൽ ഇച്ചിക്കുമ്പോൾ അതൊന്നും മനസ്സിൽ നിൽക്കത്തില്ല. അങ്ങനെയൊക്കെ ഒരു ശുദ്ധ. എൻ്റെ അത്ത ആണെങ്കിൽ ഇന്ന് വരെ ആരെയും വിഷമിപ്പിച്ചിട്ടോ ഒന്നുമില്ല. പിന്നെ ജെൻറ്റിൽമാൻ എന്നൊക്കെ പറയും. കാരണം എൻ്റെ കൂട്ടുകാരി ഞാൻ എൻ്റെ പൊന്നൂസിനും മോണ്ടനും മെനഞ്ഞാന്ന് പറഞ്ഞു കൊടുത്തൊരു കഥയാണ്, നിങ്ങൾക്ക് പറഞ്ഞുതരാം. ലോങ്ങായി പോവോ വീഡിയോ? അന്നല്ലേ സാറില്ല. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, എലിസബത്ത് എന്നാണ് പേര്. അപ്പോൾ അവൾ ഇവിടെ കന്യാശ്രീ മഠത്തിൽ നിന്നാണ് പഠിച്ചത്. അപ്പം ക്ലാസ്സിൽ വരുമ്പോൾ നമുക്കൊരു ദിവസം ട്രിൽ പീരീഡ് കാണും. ട്രിൽ പീരീഡ് വരുമ്പോഴത്തേക്കും നമുക്ക് ടീച്ചർ പറയും ഇന്ന് നമുക്ക് പുറത്തു പോയി കളിക്കണ്ട, നമുക്ക് ഇന്നൊരു പാട്ട് പാടാം, എല്ലാവരും ഒന്ന് പാട്ട് പാടാൻ പറയുമ്പോൾ അവൾ പാടുന്നൊരു പാട്ടാണ് എൻ്റെ അമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. എനിക്ക് പാടാറിയാത്തതുകൊണ്ട് കുഴപ്പമില്ല, എന്നാലും ഞാനങ്ങ് പാടിയതാണ് കേട്ടോ. അപ്പോൾ ആ പാട്ട് അവൾ പാടുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ വരും. അവൾ അച്ഛനും അമ്മയായിട്ട് ഇങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ട്. അമ്മ മണ്ണെണ്ണ ഒഴിച്ച് തീ എത്തിച്ച് മരിച്ചതാണ്. അപ്പോൾ അതിനുശേഷം അവർ ഇതുപോലെ മഠത്തിൽ നിന്നൊക്കെയാണ് പഠിച്ചത്. അപ്പം അവൾ ഈ പാട്ട് പാടുമ്പോൾ നമ്മളൊക്കെ ഇരുന്ന് കരയും.
ആ പിന്നെ അവൾ ഒരു മദറായി. വർഷങ്ങൾക്ക് ശേഷം അവളൊരു അനിയത്തിയെ ഞാൻ ഇതിൽ ചന്തയിൽ കൂടെ പാസ് ചെയ്ത് പോയപ്പോൾ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ വിളിച്ച് ചോദിച്ചു. അപ്പം ചേച്ചി മടത്തി ചേർന്നു, ഇപ്പം നേഴ്സാണ്, മദറാണ്, സിസ്റ്റർ അങ്ങനെ എന്ന് പറഞ്ഞു. അപ്പം എന്താ പറയുക, അപ്പം ഞാൻ ആലോചിക്കും അങ്ങനെയൊക്കെയുള്ള അച്ഛന്മാരും ഉണ്ട്. അടി ഉണ്ടാക്കി അമ്മ പോയ അച്ഛന്മാർ, അമ്മ നഷ്ടപ്പെടാൻ കാരണമായ അച്ഛന്മാരുണ്ട്. പിന്നെ എനിക്കൊരു ദിവസം രാത്രി പനി വന്നപ്പം നമ്മളിങ്ങനെ ഓട്ടോ വിളിച്ച് അമ്മ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് പോയത്. ഇഞ്ചക്ഷനും ട്രിപ്പൊക്കെ ഇട്ടിട്ട് വരാൻ നേരം കുറച്ച് ലേറ്റായി. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ തിരിച്ച് ഓട്ടോ വന്നപ്പോൾ നമ്മുടെ എല്ലാം നിശബ്ദമാണ്. അപ്പോൾ ഇങ്ങനെ വരാൻ നേരം എൻ്റെ വേറൊരു കൂട്ടുകാരിയുടെ വീട് റോഡ് സൈഡിലാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പം എൻ്റെ ആ റോഡിൽ ആ കൂട്ടുകാരിയുടെ വാപ്പ ഇരുന്ന് വേറെ കൂട്ടുകാരന്മാരുടെ കൂടെ മതിലിൻ്റെ മുകളിൽ ഇരുന്ന് ഇങ്ങനെ മദ്യപിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. ഞാനൊന്നും ഇതുവരെ എൻ്റെ അത്തായെ പറ്റി ഒന്നും ഒരു സിഗരറ്റ് വലിക്കുന്ന പോലും ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാനിങ്ങനെ അവളോട് പിറ്റേ ദിവസം പറഞ്ഞു, എടീ നിനക്ക് വിഷമമോല് ഞാനിങ്ങനെ കണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അതങ്ങനെയാണ്. അത്ത ഗൾഫിലാണ്, ലീവിന് വന്നാൽ എന്നും ഇതാണ്, എന്നിട്ട് വെള്ളം അടിച്ചിട്ട് വന്ന അമ്മായിട്ട് ഭയങ്കര വഴക്കാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചു, അപ്പം അതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് സ്വർഗമാണ്. കാരണം നമ്മളേന്ന് പറഞ്ഞ് ജീവിക്കുന്ന അത്താണ്. എനിക്ക് ഓർമ്മ വെച്ച നാളം തൊട്ട് എൻ്റെ അത്ത പ്രവാസിയാണ്, അക്കാലം തൊട്ട് പ്രവാസിയാണ്. ഗൾഫിൽ ഒരു ശമ്പളം കിട്ടിയാൽ പോലും അവർ നല്ല ഫുഡോ ഒന്നും കഴിക്കാതെ അത് അയച്ചു തരും. നമുക്ക് വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ കിട്ടട്ടെ നമ്മളിങ്ങനെ അയച്ചു തരുന്നു. നമ്മൾ ജീവിക്കുന്നു. ഇതുവരെ നമ്മുടെ വീട്ടിൽ അത്ത സിഗരറ്റ് വലിച്ച് കണ്ടിട്ടില്ല, കുടിച്ച് കണ്ടിട്ടില്ല, അമ്മായി അടിക്കുന്ന കണ്ടിട്ടില്ല, നമ്മളങ്ങനെ കണ്ടിട്ടില്ല. അപ്പം അതൊക്കെ ആലോചിച്ച് പടച്ചോൻ തന്ന നല്ലൊരു അമ്മ, വാപ്പ, അനിയൻ, പിന്നെ അണ്ണൻ, കുഞ്ഞുങ്ങളെല്ലാം നല്ലതാണ്. ഫാമിലി എന്ന് പറയുമ്പോൾ എനിക്ക് പടച്ചോൻ നല്ലതേ തന്നിട്ടുള്ളൂ. അതിന് തീരാത്ത നന്ദിയുണ്ട്. നമുക്ക് കിട്ടിയത് എത്ര വലുതാണെന്ന് ആലോചിക്കണമെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ നോക്കണം. അവർക്കത് കിട്ടിയിട്ടില്ല എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് കിട്ടിയതൊക്കെ സ്വർഗമാണ്. അപ്പം ഞാനിങ്ങനെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ എനിക്കറിയത്തില്ല. എന്നെ നിങ്ങൾ കരയിക്കും. മാരേജ് സ്റ്റോറി വീഡിയോ ഇടുമോ? മാരേജ് സ്റ്റോറി വീഡിയോ ഇടാം. ഞാനും അണ്ണനും കൂടി ഒരുമിച്ച് ഇരുന്ന് പറയാം കേട്ടോ. അത് പറഞ്ഞിട്ടില്ലല്ലേ, പറയാം. വീടിൻ്റെ മോഡലിൽ കിച്ചൺ പണി തുടങ്ങിയോ? പണി ചെയ്യുന്നവരുടെ നമ്പർ ഒന്ന് തരുമോ? എൻ്റെ വീട് കൊട്ടാരക്കരയാണ്. വീടിൻ്റെ കിച്ചൺ പണി തുടങ്ങിയിട്ടില്ല, ഓപ്പൺ കിച്ചണായിട്ട് കിടക്കുവാണ്. ഇപ്പം നമുക്ക് ഇതൊക്കെ അടിക്കുവാണ് കേട്ടോ. അപ്പോൾ ഇനി ടൈലിൻ്റെ പണിയാണ്, അത് കഴിഞ്ഞിട്ടാണ് കിച്ചൺ പണി. അപ്പോൾ അന്നേരം അണ്ണൻ ആരെയാണ് വിളിച്ച് ചെയ്യിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അണ്ണൻ്റെ നമ്പർ വാങ്ങിച്ച് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലിട്ട് തരാം കേട്ടോ. അമീൻ, നിനക്ക് വട്ടാണോന്ന്? സത്യം പറഞ്ഞാൽ വട്ടില്ലാത്തവരായിട്ട് ആരുമില്ല കേട്ടോ. എല്ലാ മനുഷ്യരിലും അരവട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കും അരവട്ടുണ്ട്, എനിക്കത് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. എനിക്ക് വട്ടുണ്ട് കേട്ടോ. സന്തോഷമായെങ്കിൽ എനിക്ക് അത്രയും ഞാൻ കാരണം ഒരാളെ സന്തോഷിക്കല്ലേ, സന്തോഷിച്ചോളൂ. എങ്ങനെയാണ് അഭിനയിക്കാനുള്ള കഴിവ് കിട്ടിയത് ചേച്ചിന്ന്? എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ അഭിനയിക്കുമോ? എനിക്കറിയത്തില്ല. റീൽസൊക്കെ ചെയ്യുമ്പോൾ ചുമ്മാ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നതല്ലാതെ പിന്നെ സീരിയലിലായാലും എന്തൊക്കെയോ കാണിച്ചു, അല്ലാതെ അതിനൊന്നും ഒരു അഭിനയമെന്ന് പറയാൻ പറ്റത്തില്ലടാ. കാരണം ഈ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആൾക്കാർ അത് അഭിനയം ഒരു രസവുമില്ല എന്നെയാണോ? താങ്ക്സ്. അപ്പം നമ്മുടെ Q&A ഇവിടെ അവസാനിച്ചിരിക്കുന്നു മുത്തുമണീസ്. നിങ്ങൾ ചോദിച്ചതിനൊക്കെ നല്ല രീതിയിൽ മറുപടി പറയാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ കുറേയൊക്കെ ക്വസ്റ്റ്യൻ സെയിം ആണ്. ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യനൊക്കെ ഞാൻ താരോട്ട് അടിച്ച് നോക്കുമ്പോൾ എല്ലാം സെയിം ആണ്. ഇനി നഴ്സിങ്ങിന് പോകുന്നുണ്ടോ, ജോലി നോക്കുന്നുണ്ടോ, പൊന്നൂസിന് മോനോട്ടെൻ്റെ വയസ്സ്, പേര്, അങ്ങനെ സെയിം ക്വസ്റ്റ്യൻ ആണ്. അത് വായിക്കണ്ടല്ലോ, നമുക്ക് ബോറടിക്കും. അപ്പോൾ ഇനി അടുത്ത കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ വേറൊരു Q&A ഇടാം കേട്ടോ. അത് ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്യാം. അത് ഇതിപ്പോൾ ചൂടാറിയല്ലോ ക്വസ്റ്റ്യൻ കുറേ ചോദിച്ചിട്ട്, ഇപ്പോൾ അത് ഞാൻ ചൂടാറാതെ നിങ്ങൾക്ക് ഇടാം കേട്ടോ. അപ്പോൾ ലവ് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദിയും സ്നേഹവും ഒക്കെ ഉണ്ട്. അപ്പം ഇനി ഞാൻ ചോറൊക്കെ എടുത്ത് ചൂടാക്കി വെക്കട്ടെ. അണ്ണ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞില്ലേ, ചോറ് വെച്ചിട്ട് എവിടെയോ പോകാനിരിക്കുമെന്നോ, എവിടെയാണെന്നാവോ. മിക്കവാറും നമുക്ക് ഈ ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്യുന്നുണ്ടൊക്കെ ലൈറ്റൊക്കെ എടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മിക്കവാറും അതെടുക്കാൻ പോകാനായിരിക്കാനാണ് ചാൻസ്. അപ്പം ചോറൊക്കെ ചൂടാക്കി വെക്കാം. 1:15 ഇപ്പം അവിടുത്തെ പണിക്കാർ ചോറ് കഴിക്കാൻ കയറുന്ന സമയത്ത് വണ്ടി വരും. അപ്പം ലവ് യു സോ മച്ച്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ കേട്ടോ. ടാറ്റാ.